ഞങ്ങൾ ഈ കവലകൾ ചെയ്യുന്നുണ്ട്. മനുഷ്യ, നീ ഭാവിയാണ്, നിനക്ക് പാപമോചനം ആവശ്യമാണെന്ന് പ്രസംഗിക്കുമ്പോൾ ബസ്സിലൊക്കെ കടന്നു പോകുന്ന പിള്ളേരിരുന്ന് ചിരിക്കുക. നമ്മൾ ഉപദേശിമാർ റോഡിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ കാണുന്ന ആളുകളൊക്കെ ചിരിക്കുക. അവരിങ്ങനെ ചിരിക്കുക. ഇവന്മാർക്കൊന്നും നേരം വെളുത്തിട്ടില്ലേ? മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശത്തുകൂടെ പറക്കാൻ തുടങ്ങി, ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമോ എന്നുള്ള കണ്ടുപിടുത്തം നടക്കുന്നു. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു. UK-ലിരിക്കുന്ന മലയാളി ചന്ദ്രനി 30 ഏക്കർ വസ്തു മേടിച്ചു. എന്നിട്ട് ഈ ഉപദേശിമാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഉപദേശിമാരെ, കൽക്കരിയുടെ ട്രെയിനൊക്കെ പോയോടോ, വന്ദേ ഭാരത് ആയോടോ, കാലം മാറി. നിങ്ങൾക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ? മനുഷ്യൻ ഇപ്പോഴും ഭാവിയാന്ന് വിളിച്ചു പോവുക. പിള്ളേർ ചിരിക്കും. എന്നാ ചിരിക്കുന്ന മക്കളോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാൻ പോവാ. എടാ മക്കളെ, മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തിയടാ, സമ്മതിച്ചു. ആകാശത്തുകൂടെ പറക്കുന്നു, സമ്മതിച്ചു. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പോകുന്നു, സമ്മതിച്ചു. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു, സമ്മതിച്ചടാവേ. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയതൊക്കെ സമ്മതിച്ചടാവേ. പക്ഷെ ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുക, കുഞ്ഞു ചോദ്യം. കൽക്കരി ആയിക്കോട്ടെ വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടിൻ്റെ പേരെന്താ? ട്രെയിൻ എന്നാ. അതിനകത്ത് കയറിയിട്ടുള്ളവരാണോ എല്ലാവരും? ആന്നു. എന്നാ കേട്ടോ, ഈ വന്ദേ ഭാരത് ആയാലും കൽക്കരി ആയാലും രണ്ടിൻ്റെയും പേര് ട്രെയിൻ എന്നാ. ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം കണ്ടിട്ടുണ്ടോ? ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിൻ്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്താ മാറാത്തെ? എന്തല്ല മാറ്റം വന്നു? കണ്ടുപിടുത്തം മാറി, ഇന്റർനെറ്റ് മാറി, സയൻസ് മാറി, ടെക്നോളജി മാറി, എല്ലാ മേഖലയും മാറി. പക്ഷേ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതിനെ മാറാത്തതെന്ന് ചോദിച്ചാൽ സിമ്പിളാ. തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പ് അടിച്ചുകൊണ്ട് പോകുന്നവന്മാർ ട്രെയിനിൽ ഉണ്ട്. അവന്മാർക്ക് മാറ്റമൊന്നും. നാളെ രാവിലെ എടമൺ ബാങ്കിലോട്ട് ചെല്ല്, ബാങ്കിൽ SBIയിലോ ഫെഡറൽ ബാങ്കിലോ ചെന്ന് കയറി നോക്കിയാൽ 5 രൂപ വിലയുള്ള ഒരു ലെക്സി പേന നൂല് കൊണ്ട് പോസ്റ്റെ കെട്ടിയിട്ടേക്കുന്നു. എന്നാ പേന ഓടിപ്പോവോ? 5 രൂപയുടെ വിലയുള്ളൂ പേന. ആ പേന പോസ്റ്റെ കെട്ടിയിട്ടേക്കുക. എന്നാ മാന്യന്മാർ വരുന്ന സ്ഥലമോ ബാങ്ക്? ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാർ വരുന്ന സ്ഥലത്ത് 5 രൂപയുടെ പേന പോസ്റ്റെ കെട്ടിയിട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സിമ്പിളാ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും ഇടമൺ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ കണ്ടുപിടുത്തം ഇന്റർനെറ്റും സയൻസും ടെക്നോളജിയും ഒക്കെ മാറിയെങ്കിലും മാറ്റം വരാത്തൊരു മേഖല ഉണ്ടാവുകേ. അതാ ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ ചെറിയൊരു മാറ്റം വന്നത് പറയാം, സമ്മതിക്കാം. എന്താ? പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിടുമായിരുന്നു. സ്വന്തം മക്കളാണ്. പണ്ട് സ്വന്തം മോളെങ്കിലും വെറുതെ വിടുമായിരുന്നു. ഇന്ന് സ്വന്തം പെൺകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി ഇരുകാലി മനുഷ്യൻ മാറിക്കഴിഞ്ഞടോ. തർക്കമുണ്ടോ? 3 വയസ്സുള്ള കുഞ്ഞിന് തെരുവിലിറങ്ങാൻ പറ്റാത്ത കാലം, 90 വയസ്സുള്ള അമ്മച്ചിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കാൻ പറ്റാത്ത കാലം, പ്രായഭേദ വ്യത്യാസമില്ലാതെ ഈ ഇരുകാലി മനുഷ്യൻ എന്ന് പറയുന്ന ചെകുത്താൻ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയായി നാട്ടിൽ? ചിന്തിക്കണം, ചിന്തിക്കേ. മിണ്ടാപ്രാണികളായ മൃഗജാലങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് 4 കാല് മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാലി മനുഷ്യന്മാരിവിടെ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ പറയട്ടെ, ആകാശത്തുകൂടെ ഒരു പരുന്ത് വട്ടമിട്ട് പറന്നാൽ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ എന്ത് ചെയ്യും? ചിറക് പിരിച്ച് കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് സംരക്ഷിക്കുന്ന ഒരമ്മ മനസ്സ് കോഴിയമ്മയെ കാണാം. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ, കാമുകനോടൊപ്പം ജീവിക്കാൻ 10 മാസം നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ. കോഴിയമ്മയല്ലേ നല്ലത്? മിണ്ടാപ്രാണിയായ കോഴി മുട്ടയിട്ടാൽ ഉടനെ കൂകുക. കൂക്കി വിളി കേൾക്കുമ്പോൾ അമ്മ പറയും, എടി കൂട്ടിപ്പോയി നോക്കടി, കോഴി മുട്ടയിട്ടോന്ന് കൂവുന്നു. ഒരു സിഗ്നൽ കോഴിയമ്മ കൊടുത്തു. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റിൽ മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും ഒട്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പൊ അമ്മ തൊട്ടിൽ വളരുക. കോഴിയമ്മയല്ലേ നല്ലത്? ചിന്തിച്ചു നോക്ക്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിക്കാം, പണ്ട് നിങ്ങളുടെ മക്കളെ അയലത്തെ വീട്ടിലേപ്പിച്ചിട്ട് മാർക്കറ്റിൽ പോയ കാലമില്ലേ? അടി സുമതി, കൊച്ചുപിടി ഇരിക്കട്ടെടി, ഞാൻ മാർക്കറ്റ് വരെ പോയേച്ച് ദാ വരുന്നെന്ന് പറഞ്ഞ കാലം. ഇന്ന് ജനിപ്പിച്ച അപ്പന്റെ അടുക്കൽ പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്തിയേച്ച് മാർക്കറ്റ് വരെ പോയിട്ട് വരാൻ ധൈര്യമില്ലാത്ത അമ്മമാരുടെ നാടാണ് ഇന്ന് സാക്ഷര കേരളം. എന്തു മാറ്റമാണോ നിങ്ങൾ പറയുന്നത്? കണ്ടുപിടുത്തങ്ങൾ മേപ്പോട്ട്, ഇന്റർനെറ്റ് മേപ്പോട്ട്, സയൻസ് മേപ്പോട്ട്, ടെക്നോളജി മേപ്പോട്ട്, ആമേ സകലതും മേപ്പോട്ട്, മനുഷ്യന്റെ ധാർമ്മികത മാത്രം കീപ്പോട്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ചിന്തിക്കടോ തലയുണ്ടെങ്കിൽ.
എല്ലാ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും വളർന്നില്ലേ? എന്തുകൊണ്ട് ഇരുകാലി മനുഷ്യന്റെ ഈ കാടത്ത് നിറഞ്ഞ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ഉപകരണം ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല? ചിന്തിക്കടോ, ചിന്തിക്കേ. ഞങ്ങളൊരു ഉത്തരം പറയാം. മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന തിന്മകൾ അവസാനിക്കണമെങ്കിൽ പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ കണ്ടുപിടിക്കപ്പെടണം. പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഭരണഘടനയ്ക്കില്ല. പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിന് ഒരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നാടിനെ എന്നേ രക്ഷിക്കായിരുന്നു. പാപം ഒരു വലിയ വടവൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് വേരോടെ വെട്ടിക്കളഞ്ഞ് എന്നേ നാട് രക്ഷിക്കായിരുന്നു. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ ഇച്ചിരി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിന്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ കൊണ്ടൊഴുക്കി നാട് രക്ഷിക്കായിരുന്നു. ഇന്ന് രാത്രി ഇടമൺ കേട്ടോ, വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം, കത്തിച്ചു കളയാൻ കഴിയുന്ന വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം. പിന്നെയോ മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരുന്ന് അവനെ സകല തിന്മകളിലേക്കും കൺട്രോൾ ചെയ്യുന്ന, അവന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, അവനെ സകല തിന്മകളിലേക്കും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യമായ ഇരുട്ടിന് മനുഷ്യൻ അടിമപ്പെട്ടിരിക്കുന്നു. അതിനെ വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് പാപം. ചിന്തിച്ചു നോക്ക്. നമ്മുടെ കൊച്ചുങ്ങളെ ഈ അമ്മമാര് വഴക്ക് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവരുടെ വായി തോന്നുന്ന എല്ലാം തിരിച്ചു പറയും ഇന്നത്തെ കാലം. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ പെങ്കൊച്ച് കുണുങ്ങി കുണുങ്ങി അടുക്കള വന്ന് അമ്മയടുത്ത് വന്നിട്ട് പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മമ്മി, ഞാൻ പറയണമെന്നൊന്നും വിചാരിച്ചത്, അന്നേരം എനിക്ക് എന്തോ ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഞാൻ അങ്ങ് പറഞ്ഞ് പോയതാ. പറയാറില്ലേ? ആരും കൈയൊന്നും പൊക്കണ്ട, സ്തോത്രം. പറയാറില്ലേ? ആഗ്രഹിക്കുന്നത് നന്മയാ, പക്ഷെ ആഗ്രഹിക്കാത്ത തിന്മ മനുഷ്യൻ ചെയ്തു കൂട്ടുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അറിയാതെ കുടിക്കുന്ന ഒരു കുടിയൻ കേരളത്തിലുണ്ടോ? അറിയാതെ കുടിക്കുന്നവനില്ല. അപ്പൊ നിങ്ങൾ പറയും വായിക്കാൻ അറിയാത്തവൻ എന്ത് ചെയ്യുമെന്ന്. അതിനല്ലേ വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കി സകല അമ്മാവന്മാരെയും പഠിപ്പിച്ചു. ഇനി വായിക്കാതെ ആരും കുടിക്കണ്ടെന്ന് വിചാരിച്ചു. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാതെ വലിക്കുന്നവനില്ല. എല്ലാവർക്കും അറിയാവുന്ന ഇത് തെറ്റാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കാമുകനും കാമുകിയും കൂടെ പ്ലാൻ ഇടുക, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അപ്പൊ കെട്ടിയോനെ നമുക്ക് അങ്ങ് തട്ടിക്കളയും. ഇവർ രണ്ടുപേരുടെ പ്ലാൻ ചെയ്യുക. ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് കെട്ടിയോനെ തട്ടിക്കളഞ്ഞേച്ച് ഇവർക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് ജീവിക്കാവുന്നതാണ് ഇവരുടെ ചിന്ത. പക്ഷേ അരിയാഹാരം കഴിക്കുന്നവൻ ചിന്തിച്ചു നോക്കെ, ഇവര് കെട്ടിയോനെ തട്ടിക്കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കും, ഇവർ രണ്ടുപേരും അറസ്റ്റിലാവും, പെണ്ണിന്റെ ജയിലിലും ചെറുക്കൻ്റെ ജയിലിലും പോകും. ഒരുമിച്ചുള്ള ജീവിതം ഇല്ലൊരു കുന്തവും ഇല്ല. ഇതിങ്ങനെ സംഭവിക്കുമെന്നൊക്കെ അറിയാം. അറിഞ്ഞിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ഭർത്താവിനെ തട്ടുക. എന്തുകൊണ്ട് അറിവില്ലായ്മയൊന്നുമല്ല. ബാല്യകാലത്തിലേക്ക് ഒന്നുകൂടെ പോവാം. പണ്ട് ബാല്യകാലത്ത് നമ്മുടെ പഴക്കട ചെന്ന് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞു. കടക്കാരൻ എന്താ ചെയ്തേ? ഓർമ്മയുണ്ടോ? ബാല്യകാലം കടക്കാരൻ എന്താ ചെയ്തേ? ഒരു തോർത്ത് തോളിലുണ്ട്, അത് എടുത്തിട്ട് ഈ മുന്തിരിയുടെ മേലെ 2 വീശ്. എന്തിനാ വീശിയേ? ഈ മുന്തിരിക്കകത്ത് നിറയെ പറ്റി പിടിച്ചിരിക്കുക ഈച്ചകള്. അതിനെ വീശി കളഞ്ഞിട്ടാ അന്ന് കടക്കാരൻ 1 കിലോ മുന്തിരി നമുക്ക്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെ, അങ്ങനല്ലേ പണ്ട്? അപ്പൊ നമ്മുടെ കൊച്ചു മനസ്സൊരു ഡയലോഗ് പറഞ്ഞു. എന്തുവാ? ഈ കടയ്ക്ക് ഒട്ടും, നമ്മൾ പറഞ്ഞതല്ലേ, വൃത്തിയില്ലെന്ന് പറഞ്ഞു. കാലമൊക്കെ പോയി ഇന്നത്തെ പഴക്കട നിങ്ങൾ ചെന്ന് നോക്കേ, സ്കാൻ ചെയ്താൽ ഒറ്റ ഈച്ച പഴത്തിന്റെ പരിസരത്ത് ഇല്ല. എന്നാ കടയ്ക്ക് വൃത്തി കൂടിയത് കൊണ്ടാണെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല, ഈച്ചക്കറിയാം ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും. ഈച്ചക്കറിയാം ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ട് പുരട്ടി തേച്ച് ഓറഞ്ച് തിളങ്ങുന്നു, ആപ്പിൾ തിളങ്ങുന്നു, ആണോ, മുന്തിരി തിളങ്ങുന്നു, ഒറ്റ ഈച്ചകളുടെ പരിസരത്തില്ല. അത് വഴിമാറി നടക്കുക. ജീവന് ദോഷം വരുന്നതിന് ഈച്ച വഴിമാറി. നമ്മുടെ കൺമുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാര ഇട്ട് കൊടുത്ത് നോക്കിയതേക്ക് ഉറുമ്പുകൾ നടന്നു വരുന്നു, ഉപ്പ് മണത്ത് നോക്കുന്നു, പഞ്ചസാരയും മണത്ത് നോക്കുന്നു. കൂട്ടുകാരെയൊക്കെ വിളിക്കുന്നു, വരി വരിയായിട്ട് വരുന്നു, പഞ്ചസാരയും ചുമന്നുകൊണ്ട് വരി വരിയായിട്ട് പോകുന്നു. സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ചോദിച്ചു, ഉറുമ്പേ, ഉപ്പും വെളുത്തിരിക്കുന്നു, പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഇത് രണ്ടും ഞങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നതാ, എന്നിട്ടും താങ്കൾ എന്താ ഉപ്പെടുക്കാതെ പഞ്ചസാര മാത്രം എടുത്തതെന്ന് ചോദിച്ചാൽ
സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പെന്ത് പറയും? എൻ്റെ ചേട്ടാ, പിണക്കം കൊണ്ടൊന്നുമല്ല, ഈ ഉപ്പിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സോഡിയം ഞങ്ങളുടെ ശരീരത്തിന് ദോഷമാണ്, അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ. നിസാരപ്പെട്ട ഈച്ചയും ഉറുമ്പും ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ഈ നാട്ടിലെ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, ആത്മാവുള്ള മനുഷ്യൻ, മനനം ചെയ്യുന്ന മനുഷ്യൻ, അവൻ അറിയാവുന്ന മാതൃഭാഷയിൽ ഇത് ഹാനികരമാണെന്ന് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടും വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കൈയുമായി ലുങ്കിയും വാരി ചുറ്റി ബിവറേജിന്റെ തിണ്ണയിലേക്ക് ഓടുന്നത് അറിവില്ലായ്മയാണോ? അല്ല. ഈ തിന്മയിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തി അവനെ പിടിച്ചു വച്ചിരിക്കുക. അതിനാ ബൈബിള് പാപം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കള്ളുകുടിയനെ കണ്ടിട്ട് ചെന്ന് പറയണം, ചേട്ടാ ഇതൊക്കെ മോശമല്ലേ ചേട്ടാ, ഈ കള്ളുകുടിയൊക്കെ ഇതൊക്കെ നിർത്തി നന്നായിട്ട് ജീവിച്ചൂടെ? ഉടനെ പെട്ടെന്ന് പറയുന്ന ഡയലോഗ്, സാറേ നിർത്തി, ഇന്നത്തോടെ നിർത്തി. ഈ പുള്ളി 1 വർഷമായിട്ട് നിർത്തിയ ആളാ. മനസ്സിലായോ? ആര് എന്ന് പറഞ്ഞാലും പുള്ളി പറയും എന്ത് നിർത്തി. നമ്മളുമൊക്കെ അങ്ങനെ എന്തെല്ലാം പലവട്ടം നിർത്തിയതാ അല്ലേ? ചില പ്രസംഗമൊക്കെ കേട്ട് കഴിയുമ്പം ചിന്തിക്കും, ഇന്ന് വീട്ടിൽ ചെന്ന ഉടനെ ആ സിം കാർഡ് ഞാൻ കുത്തി ഒടിച്ച് കളയും, ആ നമ്പർ ഞാൻ ഇന്ന് മാറ്റും. എന്നിട്ട് എന്ത് കുത്തി ഒടിച്ച് എന്ത് മാറ്റി? ഇപ്പോഴും നമ്മൾ കഴിച്ചോ കുടിച്ചോ, പിന്നെ ആരാനക്കമൊക്കെ പോയി. സ്തോത്രം. ചിലത് വിടാൻ പറ്റുന്നില്ല. നന്മയാണ് ചെയ്യേണ്ടതെന്ന് ആശയുണ്ടെങ്കിലും ആശിക്കാത്ത തിന്മ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുക. കാര്യം എന്താ? പാപം നിന്റെ അകത്ത് കുടിയിരിക്കുന്നു. ഇതിന്റെ പിടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടില്ല. ഇതിന്റെ പിടിയിൽ നിന്ന് നീ രക്ഷപ്പെടണം. പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്രാപിക്കണം. പക്ഷെ വഴിയില്ല. ആദാമ്യ പാപം നിമിത്ത സകല മനുഷ്യരും പാപത്തിലായി. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരണം. എന്താ? ആദമോവയും പാപം ചെയ്തതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പറയുന്നത് എങ്ങനെയാ? യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ ഉപദേശി? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഇന്ന് ലോകത്തെ രാജ്യത്ത് ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു രോഗം നിലനിൽക്കുന്നു. എന്താ? HIV എന്ന് പറയും, എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം. ഈ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ആരായിരിക്കും? എയ്ഡ്സ് രോഗി. നിങ്ങളൊരു ഉത്തരം പറഞ്ഞേ. ഈ ചോരക്കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ രോഗിയായി മരിക്കാൻ ഈ കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? ഈ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഒന്നും ചെയ്തില്ല. പക്ഷെ കുഞ്ഞ് രോഗിയാ. എങ്ങനെ വന്നു? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത തലമുറ ഒരു ജന്മം മുഴുവൻ ഈ ഭൂമിയിൽ അനുഭവിച്ചു തീർക്കുന്നു. ഒരു ഡിഗ്രിക്കും എതിർപ്പില്ല, ഒരു സയൻസിനും എതിർപ്പില്ല, ഒരു ശാസ്ത്രത്തിനും എതിർപ്പില്ല, ഒരു മെഡിക്കലിനും എതിർപ്പില്ല. എന്താ കാര്യം? അവർക്കൊരു ഉത്തരവുണ്ട് പറയാൻ. അത് അപ്പൻ്റെ അമ്മയിൽ നിന്ന് ബ്ലഡ് റിലേഷനിലൂടെ അടുത്ത തലമുറയിലേക്ക് വന്നല്ലയോ പാസ്റ്റർ എന്ന്. ആന്നല്ലോ, സമ്മതിച്ചല്ലോ. അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വരുമെന്നതിന് ബൈബിള് പറയുന്ന ഒരു ഉത്തരം ഒന്ന് കാത് തുറന്ന് കേട്ടാട്ടെ, വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17:26 ഒന്ന് വായിച്ചു കൊടുത്താട്ടെ. ഭൂതലത്തിൽ എങ്ങു കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. നിൽക്കട്ടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. ശ്രദ്ധിക്കണേ. അവിടെ 2 പദമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാൻ 2 പദമുണ്ട്. അച്ഛാ, ആ വാക്യം ഒന്നുകൂടെ വായിക്കണം. വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? അവിടെ അവൻ എന്നൊരു പദമുണ്ട്, അവിടെ ദൈവം എന്ന് ചേർക്കണം. കാരണം അത് ദൈവത്തെ കുറിക്കുന്ന പദമാണ്. ഒരുത്തൻ എന്നൊരു പദമുണ്ട്, അത് ആദമിനെ കുറിക്കുന്ന പദമാണ്. അതുകൊണ്ട് ആദം എന്ന് വായിക്കണം. എന്തിനാ? പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഒന്ന് സിമ്പിൾ ആക്കുക. വായിച്ചേ. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദമിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. എത്ര ക്ലിയറാ? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദമെന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല,
മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. വല്ല തല കയറിയോ? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ആദാമ്യ രക്തം. അതുകൊണ്ട് പാപം സകല മനുഷ്യരിലും പ്രവേശിച്ചു. കിട്ടിയോ? ഒറ്റ രക്തമല്ലേ? നാളെ രാവിലെ 4 മനുഷ്യന്റെ രക്തമെടുത്ത് ലാബിൽ കൊടുക്ക്. ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, ഇനി ഒന്ന് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്ന് കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ഇവിടുത്തെ ചർച്ച കൂടിലെ പാസ്റ്റർ രക്തം എടുത്ത് ലാബിൽ കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ചതേ മാറിപ്പോവലെ മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ എന്നാണോ തരുന്നത്? ആണോ? ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും, ഞാൻ സമ്മതിക്കുന്നു. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് ഇതെല്ലാം മനുഷ്യന്റെ രക്തം. അങ്ങനല്ലേ? സകല എണ്ണത്തിന്റെ കൈ മുറിച്ചാൽ പുറത്ത് വരുന്നത് ഒറ്റ രക്തം. പിന്നെ എന്തിന്റെ പേരിലാണ് മനുഷ്യൻ ഇവിടെ തമ്മിലടിക്കുന്നത്? ചിന്തിക്കണം. തലയ്ക്കകത്ത് ബോധമുള്ളവോ ചിന്തിക്കണം. എന്തുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്ന കാവി ഉടുത്തവനും ഇപ്പുറത്ത് കിടക്കുന്ന തൊപ്പിയിട്ടവനും അവനെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്നും അവൻ എൻ്റെ കൂടപ്പിറപ്പാണെന്നും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ നാട്ടിലുള്ളൂ? അല്ലേ? പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അപ്പുറത്ത് കിടക്കുന്നവൻ സഹോദരനാണെന്ന ഒരു തിരിച്ചറിവ് ഈ തലച്ചോറിന്റെ അകത്ത് തന്നത് സുവിശേഷമാണ്. സ്തോത്രം. ആ സന്ദേശം തലയ്ക്കകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പുറത്ത് കിടക്കുന്നവൻ തകർന്നു, അവൻ ആശുപത്രിയിലായി, അവൻ കള്ളു കുടിച്ചു, അവൻ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞു, എന്നൊക്കെ കേൾക്കുമ്പോൾ രക്തബന്ധങ്ങൾക്ക് ഉണ്ടാകാത്ത ഒരു പെയിൻ പ്രാർത്ഥിക്കുന്നവന്റെ ചങ്കിലുണ്ടാവും. നാണം കെട്ട് കയറി ചെല്ലും. പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാ? ഈ തിരിച്ചറിവ് സുവിശേഷം തരുന്ന. ആമേൻ. ഒറ്റ രക്തത്തിൽ നിന്നും മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. എന്തിനാ? ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവമെന്നാ വായിച്ചേ. അപ്പൊ ഈ ദൈവമെന്ന് പറഞ്ഞ സൃഷ്ടാവ്, ഈശ്വരൻ, പടച്ചവൻ ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുങ്ങുന്നവൻ അല്ല. ദൈവത്തെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ തളച്ചിടാൻ പറ്റത്തില്ല. ദൈവത്തെ ഒരു ജില്ലക്കകത്ത് ഒതുക്കാൻ ദൈവം ഇനി 6 മാസം കൊല്ലം ജില്ലയിലുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് പോരെ എന്ന് പറയാൻ പറ്റുന്നവനല്ല ആര്? ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കമാൻഡുകൾ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ കേൾക്കും, ശരി സേട്ടാ അങ്ങനെ ചെയ്യാം സേട്ടാ എന്നവൻ പറയും. അല്ലേ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. ഉപദേശിമാരും കൂടെ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ. കാര്യം എന്താ? ഇപ്പൊ കുറെ ന്യൂ ജനറേഷൻ പിള്ളേരുകളി ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? സ്റ്റേജ് കയറി കിടന്ന് ഇപ്പോൾ തന്നെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങുക. ഇവൻ പറയുമ്പോൾ കയറാനും ഇറങ്ങാനും അവന്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലില്ലാത്ത ദൈവമാണ്. ആ ദൈവത്തെ മൂക്കി ശ്വാസമുള്ളവൻ കമാൻഡ് ചെയ്യാനൊക്കത്തില്ല. നീ ദൈവത്തിന്റെ കമാൻഡ് നീ അനുസരിച്ചോണം. ദൈവം നിന്നെ കമാൻഡ് ചെയ്യും. ഇത് പിള്ളേര് കളിയായിപ്പം ചില അമ്മമാരോടും കൂടെ ചേർത്താ പറയുന്നത്. പിള്ളേരെ വൈറലാക്കാൻ വേണ്ടി ബൈബിൾ എടുത്ത് കയ്യെ കൊടുത്ത് തുറന്നു വെച്ച് പിള്ളേരെ നിർത്തി വെച്ച് മൊബൈലും പിടിച്ച് കുടുങ്ങി നിൽക്കുക റീൽസ് എടുക്കാൻ. ദൈവം നിന്നെയൊക്കെ അടിക്കും. ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയായത്. കുഞ്ഞു കളിക്കാനുള്ള അല്ലത്. സ്തോത്രം. ഇത് മനസ്സിലാക്കിക്കോണം. ഞാൻ ഒരു വരി നമുക്കൂടെ വേണ്ടി പറഞ്ഞതാ. പഠിക്കാൻ വിടേണ്ട സമയത്ത് പിള്ളേരെ എന്ത് ചെയ്യണം? പഠിക്കാൻ വിടണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കട്ടെ. ചില ധാരണകളൊക്കെ നമ്മൾ തിരുത്തണം. നമ്മുടെ ലോകത്തിനൊരു ധാരണയുണ്ട്. ഡോക്ടറെ മോൻ ഡോക്ടർ, എഞ്ചിനീയറെ മോൻ എഞ്ചിനീയർ, തയ്യക്കാരൻ്റെ മോൻ തയ്യക്കാരൻ, അഡ്വക്കേറ്റിൻ്റെ മോൻ അഡ്വക്കേറ്റ്, പാസ്റ്ററെ മോൻ അവിടെ തെറ്റി. പാസ്റ്റർ മോൻ പാസ്റ്റർ ആവണമെന്ന് ഈ പുസ്തകത്തിൽ ഇല്ല. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ നല്ലൊരു പൊസിഷനിൽ, ഒരു ജോലിയിൽ, നല്ല സീറ്റിൽ അവരെ എത്തിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ കുഞ്ഞിനെ വേലയ്ക്ക് വിളിക്കാൻ. ദൈവം അവനോട് ഇടപെട്ട് അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിക്കുമ്പോൾ ദൈവം അവനോട് ഇടപെട്ടാൽ ഇനി 500 കോടി കിട്ടുന്ന ജോലിയാണെങ്കിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിറക്കിയേക്കണം. സ്തോത്രം.
10ാം ക്ലാസ് കഴിഞ്ഞോ, എന്നാ ബൈബിൾ കോളേജിൽ പോടാ, അങ്ങനെ ഏച്ച് കെട്ടി വിടുന്നതാണ് പലയിടത്തും അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു വരി അങ്ങനെ പറഞ്ഞതാ. ചുമ്മാ കുറെ പിള്ളേരുകൾ ഇപ്പൊ എന്തൊക്കെയാ, ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ യൂത്ത് ഇവന്മാർക്ക് വെളിച്ചം അലർജിയാ. ഇവന്മാർക്ക് വർഷിപ്പ് നടക്കണോ എന്ത് വേണം? ഇരുട്ട് വേണം. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, ഇരുട്ടല്ലോ സുഖപ്രദം. ഞാനൊക്കെ ഒക്കെ പോയ ഇരുട്ട് ബ്ലിങ്ക് അടിച്ച്. നമ്മുടെ കൂട്ടത്തിൽ ഒരു മൂത്ത കാരണം അവരും കൂടെ പറഞ്ഞു കൊടുത്ത്, നമ്മൾ വേടനെ പോലെ വർഷിപ്പ് ചെയ്യണം. ഒത്തൊത്തേ ഇനി എന്തൊക്കെ ആയിത്തീരും. കർത്താവെ വേഗം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാലം മുന്നോട്ട് പോയാൽ ഈ കണക്കിന് ഇനിയിപ്പോൾ നമ്മുടെ വർഷിപ്പൊക്കെ എങ്ങനെ ആകുമോ എന്തോ. വേടനപ്പോൾ പാട്ട് ഇപ്പം പിന്നെ കുഴപ്പമില്ല, വരി അങ്ങ് മാറ്റിയാൽ മതി എന്നാണ് പറയുന്നത്. വരി അങ്ങ് റിതമൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ട്, വരി അങ്ങ് മാറ്റിയാൽ മതി. മാറ്റാൻ എളുപ്പമല്ലേ. മറിയാമ്മ കരഞ്ഞല്ലേ പെറ്റത്, ഉണ്ണീശോയെ അവളല്ലേ പെറ്റത്, അങ്ങനെ ആക്കിയാൽ മതി. എല്ലാം ആക്കും. നിങ്ങൾ കണ്ടോ, കർത്താവിൻ്റെ വരവടുക്കും തോറും എല്ലാം സംഭവിക്കും. ഭക്തന്മാരെ ആത്മാവിൽ പാടി എത്ര പാട്ടുകളാണെന്നറിയാമോ ഈ ക്ഷുദ്രജീവികളെ നശിപ്പിച്ചു കളഞ്ഞു. ഇതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ടാണ് പലർക്കും പിടിക്കാത്തത്. ബാക്കി ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അകത്ത് പറയാം, എല്ലാം കൂടെ വെളിയിൽ പറഞ്ഞാൽ ഒക്കത്തില്ല. സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഒറ്റ വരി പറഞ്ഞു വിടുക, പിതാക്കന്മാരുടെ അതിർ നീക്കരുത്. കാലമൊക്കെ മാറി, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. കാലം മാറി, കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന പുസ്തകമല്ല ബൈബിൾ. നാടോടുമ്പോൾ നടുവേ ഓടുന്ന പുസ്തകമല്ല ബൈബിൾ. ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവനും അനുസരിക്കാൻ കഴിയുന്ന പ്രമാണമാണ് വേദപുസ്തകം. ഒരിക്കൽ ദാനിയേൽ പറഞ്ഞു, രാജാവേ പാർക്കുന്നത് നിന്റെ കൊട്ടാരത്തിൽ. അതൊക്കെ ശരിയാ, പാർക്കുന്നത് നിന്റെ കൊട്ടാരത്തില എന്ന് കരുതി നീ കഴിക്കുന്ന ഭോജനം കൊണ്ടും നീ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ അശുദ്ധനാക്കുമെന്ന് നീ കൊതിക്കണ്ട. മനസ്സിലായോ? ഭക്തൻ ഏത് രാജ്യത്ത് ഏത് കൊട്ടാരത്തിൽ എവിടെ ഇരുന്നാലും പ്രമാണത്തിൽ നിൽക്കേണ്ടവൻ പ്രമാണത്തിൽ നിൽക്കും. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ഓർഡർ, ബിംബത്തെ നമസ്കരിക്കണം. കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രമാണം പറയുന്നു, ഞാനല്ലാതെ ഒന്നിൻ്റെ മുമ്പിൽ നമസ്കരിക്കരുത്. രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ഓർഡർ നമസ്കരിക്കണം. ആ 3 ബാലന്മാരെന്തോ തിരഞ്ഞെടുത്തു? പറ. രാജാവിൻ്റെ കൽപ്പനയേക്കാൾ ഞങ്ങൾക്ക് വലുത് ദൈവത്തിൻ്റെ പ്രമാണം ആണോ? തീച്ചു നഷ്ടം എന്തുവാ? സ്വത്ത് കണ്ടുകെട്ടുമെന്നൊന്നും അല്ല, എതിർക്കുന്നവന്റെ പ്രാണം പോകുന്ന രംഗമാ. തീച്ചൂളക്കകത്ത് ഇടുക. നിങ്ങളുടെ മക്കളെ കാണുമായിരുന്നെങ്കിലോ? നമ്മുടെ മക്കളെ കാണുമായിരുന്നെങ്കിലോ? നമ്മൾ സെൻട്രൽ പാസ്റ്ററെ ഒന്ന് വീട്ടിലോട്ട് വിളിക്കും. പാസ്റ്ററെ, ഇവൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്ക്, അവന്മാർ കൊന്നുകളയും. ഒന്ന് പറ. നമ്മൾ രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജാവ് പറയും, നമ്മൾ കേൾക്കും. പാസ്റ്റർ ഒന്ന് പറ. ഇപ്പം നമ്മുടെ പാസ്റ്റർ വന്നിട്ട് പറയും, മക്കളെ ശദ്രക്കെ മേശക്കെ പരിജ്ഞാനം വേണം. അയ്യോ, എല്ലാവരും എടുക്കപ്പെട്ടോ? സ്തോത്രം. പറഞ്ഞൊരു മറുപടി, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനിയിപ്പം വിടുവിച്ചില്ലേലും, അവിടെ പോയിട്ട് ഇനി വിടുവിച്ചില്ലേലും ഈ തീച്ചൂളക്കകത്ത് ഞങ്ങൾ ചാകാനാണ് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അതിന് ഞങ്ങൾ റെഡിയാ. എന്നാലും ഞങ്ങൾ വചനത്തിൻ്റെ പ്രമാണം വിട്ടൊന്നും ചെയ്യത്തില്ല. അങ്ങനെ 3 മക്കളുണ്ടായിരുന്നെങ്കിലോ? കൊതിച്ചു പോകണം. പിതാക്കന്മാരൊക്കെ പ്രാർത്ഥിച്ച അങ്ങനെ, എൻ്റെ കർത്താവ് എൻ്റെ കൊച്ചു ഡോക്ടർ ആയില്ലേലും എഞ്ചിനീയർ ആയില്ലേലും ഞങ്ങൾക്കൊന്നും കൊണ്ടു തന്നില്ലേലും വേണ്ടിയില്ല, അവൻ ഈ കൃപ വിട്ട് പോകല്ലേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ സൺഡേ ക്ലാസ്സിന് വിട്ട് VBS വിട്ട് തട്ടിപ്പൊത്തി വളർത്തിയ കുഞ്ഞുങ്ങളാ. ഇപ്പം ഈ ചെകുത്താന്മാർ പറയാ നമ്മുടെ കുഞ്ഞുങ്ങളെ MLA MP ആക്കാൻ റോഡിൽ കിടന്ന് ചാകാൻ വിടണമെന്ന്, രക്തസാക്ഷിയാവാം. മനസ്സിലാവുന്നോ? 10ാം ക്ലാസ്സിൽ നിന്ന് അംഗൻവാടിയിലോട്ട് പോവുക പഠിത്തം. ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ റോഡിൽ കിടന്ന് കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പോലീസിന്റെ ചവിട്ട് കൊള്ളാനും രക്തസാക്ഷിയാകാനും വിളിക്കപ്പെട്ടവരല്ല.
നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകപ്രകാരം ഒന്നും ആയില്ലേലും വേണ്ടിയില്ല, അവർ ഈ ദൈവകൃപയിൽ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട കാലം. ഞാൻ തിരിച്ചു വരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ രക്തത്തിൽ നിന്ന് മനുഷ്യജാതി സൃഷ്ടിച്ചല്ലോ. ആദാമ്യ പാപനിമിത്തം സകല മനുഷ്യരിലേക്കും പാപം പ്രവേശിച്ചു, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ എന്നാ വായിച്ചത്. അപ്പൊ ഒരു ചോദ്യം അവിടെ പ്രസക്തമാ, എവിടാ ഭാഷ ഈ ദൈവം കുടിയിരിക്കുന്നത്? അത് അറിഞ്ഞെങ്കിൽ അങ്ങോട്ട് പോകാമായിരുന്നു, ഒന്ന് കാണാൻ. അതിന്റെ 24 വാക്യം വായിച്ചോട്, ആ സംശയമൊക്കെ മാറാം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, ലോകവും അതിൽ കാണുന്നതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ആകാശഗോപുരം മുട്ട കെട്ടിവെച്ചിരിക്കുന്ന പള്ളിക്കകത്ത് കൂടി ഇരിക്കുന്നവനല്ല യേശു. ആമേൻ. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെട്ടിടം ഒന്ന് ഭൂമി ഉലുക്കത്ത് ഇടിഞ്ഞു വീണാൽ വിശ്വാസികളെല്ലാം കൂടെ, എന്നാലും എൻ്റെ യേശുവിന് ഈ ഗതി. ദൈവം അവിടെ അല്ല കുടിയിരിക്കുന്നത്, കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. 2018 പ്രളയം വന്നോ വേഗം പറ. വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? പറ. പോയി. ചാക്കോച്ചൻ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുക. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ആര് വരുന്നു? ഹെലികോപ്റ്റർ. ഒരു നിലവിളി വിളിച്ചു. ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന് എന്നെ രക്ഷിക്കുന്നതാണോ വർഗീസിനെ രക്ഷിക്കുക? എന്തുവാ പറഞ്ഞേ? കള്ളം പറയരുത്, നുണ പറയരുത്, സത്യം പറ. എന്നെ രക്ഷിക്കെന്ന് വിളിച്ചു. ഹെലികോപ്റ്റർ പാഞ്ഞു വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ ചാക്കോച്ചൻ പയ്യെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ച് അതിനോട് പറയുക, എന്നെ രക്ഷിക്കണം വർഗീസേ എന്ന്. ഇവൻ എന്ന് നേരം വെളുക്കുമെന്ന് നിങ്ങൾ പറ. കേറിയോ തലേല്? വേണ്ട. ഈ കൊച്ചുങ്ങൾക്കുള്ള ബുദ്ധി പോലും ഇവിടുത്തെ വലുതിനില്ലെന്ന് ഞാൻ തെളിയിക്കാം. മക്കളെ, മനുഷ്യരെ സൃഷ്ടിച്ചത് ആരാടാ? ദൈവമാണല്ലോ. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാടാ? മനുഷ്യനെന്ന് കണ്ടോ? കൊച്ചുങ്ങളുടെ തലയ്ക്കകത്ത് കയറി, ഇവിടുത്തെ വലുതിൻ്റെ തലയിൽ കയറുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നു മൂക്കി ശ്വാസമുള്ളവൻ. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ? ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ. ഈ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ പുലേനാർക്കോട്ടെ പോയി കിടന്ന് വലിക്കും. അല്ലേ? ഈ പേട്ട് മനുഷ്യൻ അവനാ ദൈവത്തെ ഉണ്ടാക്കുന്നത്. MBBS MD ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാരെന്തോ പറയുന്നത്? ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതല്ല, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സകല ഡിഗ്രിക്കും മേലെയാണ് ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കമാൻഡുകൾ അനുസരിക്കുന്നവനല്ല സൃഷ്ടാവ്. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. പിന്നെ എവിടെ ഉപദേശിച്ച് ദൈവം വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയാം, ദൈവം വസിക്കാൻ ആശിക്കുന്ന മന്ദിരം എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരമാണ്. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് കെട്ടിടത്തിന്റെ വാതിലുകളല്ല, ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയത്തിന്റെ വാതിലാണ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ദൈവത്തിനായി തുറക്കപ്പെടണം. അത്ര ഈസി അല്ല. കാരണം ഈ ഹൃദയത്തിന്റെ അകത്താ മറ്റവൻ തമ്പടിച്ചിരിക്കുന്നത്. ഇരുട്ട് ഈ ഇരുട്ടകത്ത് ഇരിക്കുക. അവൻ പെട്ടെന്ന് ഇറങ്ങി പോത്തില്ല. അവനെ എടുത്ത് കളയണം. അതിനെന്താ ഒരു വഴി? അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ പാപം എന്ന് പറയുന്ന ഇരുട്ട് ഇവനെ കൺട്രോൾ ചെയ്യാം, മനുഷ്യനെ കൺട്രോൾ ചെയ്യാം. ദൈവം വസിക്കേണ്ട മന്ദിരത്തിൽ ഇപ്പൊ ആരാ? ഈ ഇരുട്ട് വസിക്കുക. ഇവനെ ആധിപത്യം ചെലുത്തുക, തിന്മകളിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ ഈ പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ചൊരു വലിയ ദുരന്തം തിരുവെഴുത്ത് രേഖപ്പെടുത്തി. കേൾക്കട്ടെ? റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു. റോമർ 1-ന്റെ 21, 22, 23. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് 21 മുതൽ 21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ശ്രദ്ധിച്ചേ,
മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മനുഷ്യൻ അവന്റെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായത്, വ്യർത്ഥം എന്ന് പറഞ്ഞാൽ വെറുതെ വല്ലതും ചെയ്യാൻ തുടങ്ങി. എന്താ ചെയ്യുന്നത്? കാരണം എന്താ? വായിച്ചേ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പൊ അവിടെ ഹൃദയത്തിന്റെ അകത്ത് എന്ത് കയറി? ഇരുട്ട് കയറി. ഈ ഇരുട്ടകത്ത് കയറിയപ്പോൾ അവന്റെ തലച്ചോറിൽ ഒരു ചിന്ത. എന്താ? വായിച്ചേ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഈ പാപം എന്ന് പറയുന്ന ഇരുട്ടകത്ത് കയറിയപ്പോൾ മനുഷ്യന്റെ തലച്ചോറിന്റെ അകത്തൊരു ചിന്ത വന്നു, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. പലരുടെയും ചിന്തയാ ഇത്. ഞാൻ തിരുവനന്തപുരത്തിന് തെക്കേ അറ്റ ഒരു സ്ഥലമുണ്ട്, പാലോട്. അവിടെ ഞാനൊരു കത്തോലിക്ക അച്ചായനോട് സുവിശേഷം പറയാൻ പോയി. ഒരാൾ വിളിച്ചുകൊണ്ട് പോയതാ. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, എനിക്ക് വയസ്സ് 54 ഉണ്ട്. എന്ന് വെച്ചാൽ 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ എന്തോ സുവിശേഷം? അപ്പോൾ അച്ചായൻ്റെ ചിന്ത, ഞാൻ 54 വർഷമായിട്ട് ആരാ? ക്രിസ്ത്യാനിയാ. അപ്പം പിന്നെ എന്ത് പറയാനാ? കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം ഞാൻ പുള്ളിയോട് ഒരു കൗതുകത്തിന് ചോദിച്ചു, അച്ഛാ, ഈ യേശുവിൻ്റെ പേരെന്തുവാ? യേശുവിൻ്റെ പുള്ളി പറഞ്ഞ മറുപടി, പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കുക. പുള്ളി എന്നോട് പറയുക, യാശുവിൻ്റെ പേര് യാശു, ഇപ്പോൾ വേറെ എന്തൊരു പേരിരിക്കണം യേശുവിന്. യാശുവിൻ്റെ പേര് യാശു, ഇപ്പോൾ വേറെ എന്തൊരു പേരിരിക്കണം, വേറെ പേരിരിക്കണം യേശുവിന്. നിങ്ങളും ചിലർ കണ്ണും തെളിയിരിക്കുന്നു, വേറെ പേര്. എന്താ പേര്? ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കപ്പെടുമെന്ന് തിരുവെഴുത്തിലുണ്ട്. അച്ചാൻ അറിയത്തില്ല, കാരണം പുസ്തകം എന്ത് ചെയ്യത്തില്ല, തുറക്കാറില്ല. പല ക്രിസ്ത്യാനികളുടെയും പരാജയം അവിടെ. വീട്ടിൽ ബൈബിൾ ഇരിപ്പുണ്ട്, ഭക്തിയോടെടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരപടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും കിട്ടുന്ന പേപ്പറും കുറ്റിയും എല്ലാം അതിൻ്റെ അകത്ത് കൊണ്ടുവച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് വേദപുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കാണാം ഓലക്കാലം പിടിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടക്കുക. കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടിട്ടില്ലേ? ഈ സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കേടാ, മുസ്ലിമിൽ വളരെ നമ്മുടെയൊക്കെ തലയ്ക്കകത്ത് ദൈവം ഈ പ്രകാശം തന്നു, നമുക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടും ഈ ജനത്തിന്റെ തലയിൽ ഇതൊന്നും കേറുന്നില്ലേ? ഓലക്കാലം പിടിച്ച് റോഡൊക്കെ നടക്കുക. ബൈബിള് വീട്ടിലിരിപ്പുണ്ട്. ഇതേ പണ്ട് മറിയാമ്മ അമ്മച്ചി ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ ഒരു പുസ്തകം കിട്ടി. അതിൻ്റെ പേരെന്തുവാ? യൂസേഴ്സ് മാനുവൽ, ഉപയോഗിക്കേണ്ടുന്ന വിധം. അപ്പോൾ മറിയാമ്മ ഈ പുസ്തകം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ തലയിൽ വെച്ചിട്ട് ഒരു കമ്പിളി തുണി എടുത്ത് അങ്ങ് പിരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫ്രീസറിൻ്റെ അകത്ത് ഐസ് കട്ട പിടിച്ച് നിറഞ്ഞു. പുതിയ ഫ്രിഡ്ജല്ലേ. അപ്പം മറിയാമ്മ പിച്ചാത്തി എടുത്തുകൊണ്ട് ഐസ് കട്ട കുത്തി ഇളക്കാൻ ഇറങ്ങി. അപ്പോൾ കൊച്ചുമോൻ അവിടെ നിൽപ്പുണ്ട്, കമ്പ്യൂട്ടർ യോയോ. അവൻ പറഞ്ഞു, അമ്മച്ചി എവിടെ പോകുന്നു? പിച്ചാത്തിയും എടാ ഐസ് കട്ട പിടിച്ചോന്നു കുത്തി ഇളക്കും. എൻ്റെ പൊന്നമ്മച്ചി, ആ കമ്പനിക്കാർ തന്ന പുസ്തകം എന്തി? ആ പുസ്തകം അവിടെ ഇരിപ്പുണ്ട്. എവിടെ? ഫ്രിഡ്ജിൻ്റെ തലയിൽ. ഉടനെ ചെറുക്കൻ പറഞ്ഞു, വല്ലപ്പോഴും അതെടുത്തൊന്ന് വായിക്കേ. അതെന്നാ? ഈ ഫ്രീസറിൻ്റെ അകത്ത് ഈ ഗ്യാസ് നിറച്ച കുഴലുകൾ ഫ്രീസറിൻ്റെ അകത്തൂടെ പോകുന്നുണ്ട്. ഗ്യാസ് നിറച്ചിട്ടുള്ള കുഴൽ ഗ്യാസ് ഫില്ല് ചെയ്യും. അതുള്ളതുകൊണ്ടാണ് ഇത് തണുക്കുന്നത്. അപ്പോൾ മൊനയുള്ള കമ്പി പിച്ചാത്തി പിന്നെ സൂചി ഒന്നും കൊണ്ട് അതിനകത്തിട്ട് എന്ത് ചെയ്യരുത്, കുത്തിയാൽ ഹോള് വീഴും, ഗ്യാസ് ലീക്കാവും, പിന്നെ ഇത് എന്ത് ചെയ്യത്തില്ല, വർക്ക് ചെയ്യത്തില്ല. അത് ഓഫ് ചെയ്ത് വേണം അത് അലിച്ച് കളയാനെന്ന് കമ്പനിക്കാർ എഴുതി വെച്ച പുസ്തകം എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിൻ്റെ. പിന്നെ മറിയാമ്മ പറഞ്ഞ മറുപടി കേൾക്കണോ? പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം പറയും. ഞാൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കുത്തല്ല, ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ കാലം തൊട്ട് ഈ കുത്താന്ന്. ഇതാ പറച്ചില്. ഞങ്ങളിത് ഇന്നും ഇന്നലെ തുടങ്ങിയ കുത്ത്. കുത്ത് അല്ല, ഇപ്പം എന്താ പറയാനാ ഇതിനൊക്കെ? വല്ലപ്പോഴും പുസ്തകം എടുത്ത് ഒരു പാസ്റ്ററിൻ്റെയും പ്രസംഗം കേൾക്കണ്ട, ഒരു പെന്തക്കോസുകാരൻ്റെയും പ്രസംഗം കേൾക്കണ്ട. നീ വീട്ടിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ ആണോന്ന് തിരുവെടുത്തെടുത്തൊന്നും മനസ്സിലാക്കി പരിശോധിച്ചാൽ മതി. കൃത്യമായി കർത്താവിനെ അറിയും. സ്തോത്രം. പറ്റുന്നില്ലല്ലോ ആളുകൾക്ക്. അത് ഈ ആളുകളെ പറഞ്ഞ് തെറ്റിപ്പിക്കുക. ഈ വിഗ്രഹാരാധന പാപമാണെന്നൊക്കെ നമ്മൾ പറയുമ്പം ഒരച്ഛൻ ഇന്നാൾ പറഞ്ഞു കൊടുക്കുക, നീ മോശയോട് മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞ ആരാ? ദൈവം പറഞ്ഞിട്ടാ ഉണ്ടാക്കിയ. ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ ഇരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടുണ്ടാക്കിയാന്ന് നിങ്ങളൊക്കെ പറഞ്ഞേക്കണമെന്ന് പെന്തിക്കോസുകാരോട്. അപ്പോൾ ഈ വിശ്വാസി കുഞ്ഞാടുകൾക്ക് ഭയങ്കര സന്തോഷം. അവരോടനെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. നല്ലതാ. മോശയോട് ആര് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയേ?
ദൈവം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഉണ്ടാക്കിയത് മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കൂടെ എന്ത് ചെയ്യണം? അത് പഠിപ്പിക്കില്ല. അത് പഠിപ്പിച്ചാൽ മൊത്തം പാളും. എന്നെ ആനക്കൊന്നുമില്ല. എന്നാ പഠിക്കുക. വായിരച്ച ന്യായാധിപന്മാരുടെ പുസ്തകം 18 വായിര്. രാജാക്കന്മാർ 2 രാജാക്കന്മാർ 18 വായിര്. ഇസ്രായേൽ രാജാവായ ഏലിയുടെ മകനായ ഹോശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. കേട്ടോ, അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ഭരിക്കാൻ കയറിയപ്പോ എത്ര വയസ്സ്? 25 വയസ്സായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഭരിക്കാൻ കയറിയപ്പോ എത്ര വയസ്സ്? 25. അടുത്തത്, അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. 25-ാം വയസ്സിൽ ഭരിക്കാൻ കയറിയവൻ എത്ര വർഷം ഭരിച്ചു? 29. 29 വർഷം ഭരിച്ചു. അടുത്തത്, അവന്റെ അമ്മയ്ക്ക് അബി എന്ന് പേർ. നല്ല പേരല്ലേ, മോശമൊന്നുമില്ല. അബി. അവൾ സെഖരിയാവിന്റെ മകളായിരുന്നു. ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. ആര്? ഹിസ്കിയാവ്. അവൻ പൂജാഗിരികളെ നീക്കി. വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു. അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ കേട്ടോ, യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്ത ആൾ ആര്? ഹിസ്കിയാവ്. എന്തുവാ പ്രസാദമുള്ളത്? പൂജാഗിരികളെ തകർത്തു, വിഗ്രഹസ്തംഭങ്ങളെ ഉടച്ചു, അശേര പ്രതിഷ്ഠ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. അപ്പൊ ഉണ്ടാക്കിയത് മാത്രമേ പഠിപ്പിച്ചുള്ളൂ, ഉടച്ചത് എന്ത് ചെയ്തില്ല. ഇനി ഉടയ്ക്കാനുള്ള കാരണം എന്താ? വായര്. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ടാൻ എന്ന് പേരായിരുന്നു. നിൽക്കട്ടെ, മോശയോട് തമ്പുരാൻ ഉണ്ടാക്കടാന്ന് പറഞ്ഞു, ഉണ്ടാക്കി. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് ചാകുന്നവൻ ഉയർത്തപ്പെട്ട താമര സർപ്പത്തിലേക്ക് നോക്കിയാൽ മരണം മാറും, ജീവനിലേക്ക് വരുമെന്ന് പറഞ്ഞു. സംഗതി നടന്നു. മോശം വിട്ടു, ദൈവവും വിട്ടു. ആര് വിട്ടില്ല? ഇസ്രായേൽ വിട്ടില്ല. എടുത്തോണ്ട് പോയി കണ്ണാട്ടിക്കൂട്ടി വെച്ച് അതിനൊരു പേര് വിട്ടു, നെഹുഷ്ടാൻ. എന്നിട്ട് അതിന്റെ മുമ്പിൽ എന്താ ആട്ടാൻ തുടങ്ങി? ഈ ആട്ടലാന്നല്ലോ. ആട്ടിക്കൊണ്ട് നിന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഉടക്കിടാന്ന്. വിട്ട് കിട്ടിയോ? അതുകൊണ്ട് ഉണ്ടാക്കിയത് മാത്രം പഠിച്ചാൽ പോരാ, ഉടച്ചതും കൂടെ. ഇതൊന്നും പഠിപ്പിക്കത്തില്ല. ഞാനതാ പറഞ്ഞ, പുസ്തകം വായിച്ചാൽ മതി കണ്ണു തുറക്കാൻ. സ്തോത്രം. അപ്പൊ പാപം അകത്ത് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട്, റോമയിലേക്ക് തിരിച്ചു വരാം, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്നിട്ട് അവർ എന്താ ചെയ്തെന്ന് കേൾക്കണ്ടേ? റോമാലേഖനം 1:21, 22, 23 വരാം, തിരിച്ചു വരാം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സഹോദരിമാരെ, ഈ പാപം അകത്ത് കയറിയപ്പം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമല്ല ഇവർ പങ്കുവെച്ചു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിന് കൊടുക്കേണ്ട മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഒക്കെ ഇവര് പങ്കുവെച്ചു. ആർക്കൊക്കെ പങ്കുവെച്ചെന്നാ എഴുതിയേക്കുന്നത്? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് പങ്കുവെച്ചു. മനുഷ്യൻ ആർക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി? ഒന്നാമത്തെ കാറ്റഗറി ആരാ? മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ ആർക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി? മനുഷ്യന് തന്നെ മഹത്വം കൊടുക്കാൻ തുടങ്ങി. അപ്പോഴിവിടെ ആരുണ്ടായി? ആൾ ദൈവങ്ങൾ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമൊക്കെ ആർക്ക് കൊടുക്കുക? മൂക്കി ശ്വാസമുള്ള മനുഷ്യന് പങ്കുവെച്ചു. അപ്പൊ ഇവിടെ ആൾ ദൈവം. ഇപ്പൊ കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോന്ന് വരുവാ. ഇപ്പം ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാക്കാത്ത മണ്ടം മലയാളി ഉണ്ടല്ലോ. മണ്ടം മലയാളി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ സാക്ഷര കേരളം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുമ്പിള്ള പറഞ്ഞു, പിന്നെ ഒരു എവിടെയാണ്ട് പോയിട്ടൊരു പത്രം കിട്ടിയെന്ന്. ആ പത്രം കൊച്ചിന് തലവേദന, തലകറക്കം, സ്കൂളിൽ തലകറങ്ങി വീഴുന്നതിന് ഈ പത്രം ചമ്മന്തി അരച്ചു കൊടുത്തെന്ന്. ഈ പേപ്പർ കൊച്ചിന് ചമ്മന്തി അരച്ചു കൊടുത്തപ്പം കൊച്ചിൻ്റെ തലകറക്കം മാറിയെന്ന്. ഇവരെ എങ്ങാണ്ട് വല്ല നോർത്ത് ഇന്ത്യയിലെ ഉൾഗ്രാമത്തിലെങ്ങാണ്ട് കൊണ്ടിടണ്ടേ. സാക്ഷര കേരളത്തിലാ കൊച്ചിന് പത്രം അരച്ചു കൊടുത്തെന്ന്, ചമ്മന്തി. മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെ ആൾ ദൈവങ്ങൾ പെരുകി. അടുത്തത് വാച്ചാ പറഞ്ഞ മനുഷ്യൻ, പിന്നെ പക്ഷി, പിന്നെ നാൽക്കാലി, പിന്നെ ഇഴജാതി. ഈ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനികള് ഈ പറഞ്ഞ നാലിനെയും കൂടെ ഒരു കണ്ണാടി കൂട്ടിലാക്കിയിട്ട് ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുക. നിങ്ങൾക്കറിയോ? നാൽക്കാലി, മേലെ ഇരുകാലി,
കീഴെ ഇഴജാതി, ഇഴജാതിക്ക് 2 ചിറകും. മനസ്സിലായില്ല? ഇവിടെ വർഗീസണ്ണൻ ശരിയല്ലേ? ശരിയാന്നോ? സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചു. ഈ മനുഷ്യന്മാരെ അറിയുന്നില്ല. കാരണം ഇരുട്ട് വാഴുക, പാപം അവരെ കൺട്രോൾ ചെയ്യുക. സൃഷ്ടിച്ച കർത്താവ് പറയുക, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ സ്തുതി, എൻ്റെ പുകഴ്ച മറ്റൊന്നിനും കൊടുക്കുകയില്ല. പക്ഷെ മനുഷ്യന്റെ തലച്ചോറ് തിരിച്ചറിയാതെ പാപം അകത്ത് കയറിയിട്ട് സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയുടെ പുറകെ. സ്തോത്രം. അങ്ങനെ പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ മനുഷ്യൻ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തിട്ടും ഇവന് മോക്ഷം കിട്ടുന്നില്ല. സ്തോത്രം. ഇവൻ മോക്ഷം തേടി അലഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ മൊബൈലിൽ കിട്ടിയ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അന്തിച്ചിരുന്നു പോയി. കാര്യം അതിരമ്പുഴ പള്ളിയിൽ ചാണക മെഴുകൽ നേർച്ച. നിങ്ങൾ വേണ ഇത് യോഗം കഴിയുമ്പോൾ വന്ന് ഞാൻ കാണിച്ചു തരാം. പെണ്ണുങ്ങളെല്ലാം പോയി പള്ളിയുടെ വാതൊക്കെ ചാണകം എന്ത് ചെയ്യാൻ. ബൈബിള് കൃത്യമായി പറഞ്ഞു, ജാതികളുടെ വഴി നിങ്ങൾ പഠിക്കരുത്, അല്ലേ? പക്ഷെ ഇവര് ക്രിസ്ത്യാനി വർഗം ഇവിടെ ചെയ്യുന്ന മൊത്തം ആരുടെ ആചാരം അല്ലേ? പേര് മാറ്റി ചെയ്യുക. അമ്പലക്കാരന് പൂജാരി, പള്ളിക്ക് പുരോഹിതൻ, അല്ലേ? ശ്രീകോവില് സക്കറാരി, പൂണുനൂല് വെന്തിങ്ങ, രുദ്രാക്ഷം കൊന്ത, മുറജപം ജപമാല, പെരവോസ്താലി വീട് വെഞ്ചരിപ്പ്, മന്ത്രപടി അംശപടി, ശബരിമല പരിമല, അയ്യപ്പോ മുത്തപ്പോ, മാരിയമ്മ ചോറ്റാനിക്കരമ്മ, മേരിയമ്മ വല്ലാർപാടത്തമ്മ, ദേവന്മാര് പുണ്യാളന്മാര്, കുഞ്ഞയ്യപ്പൻ ഉണ്ണീശോ, ഓണം ക്രിസ്മസ്, മുത്തുക്കുട ചെണ്ടമേളം കുടമാറ്റം കറുപ്പ് കാവി നാടകം ബാല്, പോരാത്തന് ഇപ്പോൾ റിമി ടോമിയുടെ ഗാനമേളയും പള്ളിക്കകത്ത്. ഇല്ലാത്ത വല്ലതും പറഞ്ഞോ? ഉള്ളതല്ലേ? അമ്പലക്കാരൻ നീളത്തിൽ സ്വർണ്ണ കളറി കൊടിമരം വെച്ചിരിക്കുന്ന കണ്ട് അവന് സഹിക്കുന്നില്ല. പള്ളിയിലും കൊണ്ടുവച്ചു നീളത്തിൽ സ്വർണ്ണ കളറി. മറ്റവൻ്റെ അറ്റത്ത് ഓമും ഇവൻ്റെ അറ്റത്ത് കുരിശും. പിന്നെ ഇപ്പം കൽവിളക്കും കയറി. കൽവിളക്കും കയറി. ഇപ്പം എന്തിനധികം പറയുന്നത്? എടത്തുവ പള്ളിയിൽ പൊങ്കാലയൂട്ടും, സകലവും നിവൃത്തിയായി. പൊങ്കാലയിട്ടില്ലേ? ഞാൻ താമസിക്കുന്ന കൊല്ലത്ത് കുണ്ട്ര നാന്തിരിക്കൽ സെൻട്രി ഇത്ത കത്തോലിക്ക പള്ളിയിലൂട്ടല്ലോ പൊങ്കാല. ഏത് ഉത്സവമായിട്ടാണ് വന്നത് നിങ്ങൾ പറ. എന്നിട്ടും ചങ്ക് കയറി സുവിശേഷം പറയുന്ന പെന്തിക്കോസുകാരെ കാണുമ്പോഴാണ് ഇച്ചി. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയൊക്കെ ദൈവം നരകത്തില് കാടു വറുക്കുന്ന പോലെ ഇവനെയൊക്കെ നരകത്തിലെ തീക്കകത്തിട്ട് ദൈവം വറക്കും. കണ്ടോ? അപ്പൊ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാർശ്യം മാറ്റി കളഞ്ഞു. മോക്ഷം തേടി മനുഷ്യൻ അലയുക, മോക്ഷം തേടി സഞ്ചരിക്കുക, മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി. മോക്ഷം കിട്ടിയില്ല. എന്തിനാ അധികം പറയുന്നത്? മോക്ഷം തേടിയല്ലേ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടി നുറുക്കി നരബലി കൊടുത്തില്ലേ? കിട്ടിയോ മോക്ഷം? ഇപ്പൊ അകത്ത് കിടന്ന് എല്ലാം കൂടെ ഉണ്ട തിന്നുക. ഇപ്പൊ ഉണ്ടയില്ല, ചപ്പാത്തിയാണ് തിന്നട്ടെ. ഇപ്പൊ മോക്ഷം കിട്ടിയില്ല. മോക്ഷത്തിനായി ആവുന്ന വഴി 58 നോക്കി നിലവിളികൾ ഉയർന്നു, പ്രാർത്ഥന ഉയർന്നു, നേർച്ച കാഴ്ചകൾ ഉയർന്നു, നമസ്കാരങ്ങൾ ഉയർന്നു, കർമ്മക്രിയകളെല്ലാം ചെയ്തു മനുഷ്യൻ നിലവിളിച്ചു. ഈ പാപമെന്ന് പറയുന്ന ഇരുട്ടിന്റെ പടുകുഴിയിൽ നിന്നും മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ച നിലവിളികൾ പ്രാർത്ഥനാ സൂക്തങ്ങളായി കുറിക്കപ്പെട്ടു. എഴുതി വെച്ചു, തമസോമാം ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവൻ. ഖുർആന് സമീപമായി സ്നേഹിക്കുന്ന ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകളിൽ എഴുതപ്പെട്ടിരിക്കുക. ഇമാം മുസ്ലിം പറയുക, ദിവസത്തിൽ 100 പ്രാവശ്യമെങ്കിലും ഞാൻ പശ്ചാത്തപിച്ച് റബ്ബിങ്കലേക്ക് മടങ്ങുന്നു മോക്ഷത്തിനായി. പൗലോസ്ലീഹ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? സകല വേദങ്ങളും പറഞ്ഞു ഒരു മോക്ഷം വേണം. സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഫലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇനി ഇരുട്ടിന്റെ അകത്ത് സഞ്ചരിക്കത്തില്ല, പാപത്തിന്റെ അകത്ത് സഞ്ചരിക്കത്തില്ല, പിശാചിന്റെ അടിമത്തത്തിൽ സഞ്ചരിക്കത്തില്ല.
ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇടമൺ ദേശത്തോട് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നടക്കാൻ, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, ഒരു നാണയത്തുട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇക്ഷുതിയിലില്ല. ഹല്ലേലൂയ. ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി പോലും കത്തിക്കാതെ സൗജന്യമായി പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ വെളിച്ചമായി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ഈ പന്തലിന്റെ അകത്ത് ഇരുട്ടില്ലാത്തതിന്റെ കാരണം ഇതിന്റെ അകത്ത് ഈ വെളിച്ചം തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാ. എന്നാൽ ഈ വെളിച്ചം ഇവിടെ തെളിഞ്ഞാൽ അപ്പോഴിതിന്റെ അകത്ത് ഇരുട്ട് വ്യാപരിക്കും. അങ്ങനെങ്കിൽ ഇരുട്ടിനെ ഓടിക്കാൻ വെളിച്ചമാണ് വരേണ്ടതെങ്കിൽ മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കാൻ വെളിച്ചമായവൻ ലോകത്തിൽ അവതാരമെടുത്തു. അവൻ വെളിച്ചമായി ലോകത്തിൽ ഇറങ്ങി വന്നു. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് മാലാഖവൃന്ദം പാടിയ ആ രക്ഷകൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. നീ ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തു ജനിക്കുന്നതിന് സുമാർ 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ യെശയ്യാവ് വിളിച്ചു പറയുകയാണ്, കന്യക ഗർഭിണിയായ ഒരു മകന്. എത്ര വർഷം മുമ്പാ? പണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പാ പ്രവാചകൻ യെശയ്യാവ് വിളിച്ചു പറയുക, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഒരു 300 വർഷവും കൂടെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രവാചകൻ കയറി വന്നു, മീഖ പ്രവാചകൻ വന്ന് വിളംബരം ചെയ്യുകയാണ്, ആ രക്ഷകൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും. ഇന്ന് രാത്രി എന്റെ ഭാഷ ഞാൻ ഇങ്ങനെ പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് ആ പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ച ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവല്ലാതെ ഉലകത്തിൽ ഒരു ഗുരുവരന്മാരും ഒരു പ്രവാചകന്മാരും ഒരു മഹോന്നത പദവിയിലിരിക്കുന്നവന് ഉലകത്തിൽ പിറന്നിട്ടില്ല. ഹല്ലേലൂയ. ലോകത്തിൽ ഒത്തിരി മഹാന്മാര് ജീവിച്ചിരുന്നു. അവരാരെങ്കിലും ജനിക്കുന്നതിന് 6 മാസം മുമ്പ് ഒരാൾ പറഞ്ഞോ? 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ജനിക്കുമെന്ന് പറഞ്ഞില്ല. എന്നാൽ വർഷങ്ങൾക്കപ്പുറത്ത് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും പ്രവചിച്ചു വെച്ചു. പ്രവചിച്ച പോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ഒരു മാതൃക ജീവിതം കാണിച്ചു തന്ന തുറന്ന പുസ്തകം. ഇപ്പോഴത്തെ പിള്ളേർ 18 ആകാൻ കാത്തിരിക്കുക. അടുത്ത മാസം 18 ആകും തള്ളേ കാണിച്ചു തരാമെന്നാ പിള്ളേർ പറയുന്നത്. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി മാതൃകാ ജീവിതം നയിച്ച യേശുക്രിസ്തു 33.5 തിരുവയസ്സിൽ മാനവജാതിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു കാൽവരി മലയിലേക്ക് കയറി. ഇന്ന് രാത്രി നിങ്ങളുടെ പുറം കണ്ണടച്ചകക്കണ്ണ് തുറന്ന് ആ കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാൻ കേട്ടോ. ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായവൻ. ശൂനേങ്കാരത്തി പറഞ്ഞു, എന്റെ പ്രിയനാണവൻ, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്, അവൻ 10,000-ങ്ങളിൽ സുന്ദരനാണ്, അവൻ അതിശ്രേഷ്ഠനാണ്. നോ 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 നോ. മറുഭാഗത്ത് യെശയ്യാവ് പറഞ്ഞു, അല്ലല്ലല്ല, അവനെ കണ്ടാൽ അവന് രൂപഗുണമില്ല, അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നു, അവനൊരു മാംസകഷ്ണം പോലെ കിടക്കുന്നു. ഇന്ന് രാത്രി ചോദിക്കാം ശൂനേങ്കാരത്തിയെ, നീ പറഞ്ഞ ആ 10,000-ങ്ങളിൽ സുന്ദരനായവൻ എന്തുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ ഇങ്ങനെയായെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി പറ, എന്നെയും നിന്നെയും പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവമായ കർത്താവ് കാൽവരിയുടെ കൊലക്കളത്തിൽ എനിക്കും നിനക്കും പകരം യാഗമായി മാറി.
ഓരോ ചാട്ടവാർ അടിക്കും പീശു പീസായി മാംസ കഷ്ണങ്ങൾ ഇളകി തെറിച്ചു. തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ചടിച്ചു കയറ്റി. എന്തിനധികം പറയുന്നു, ഈ മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ വായിലിരിക്കുന്ന തുപ്പൽ പ്രാണനാഥന്റെ മുഖത്തേക്ക് പതിച്ചു. ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ആ ക്രൂശ് മരണത്തെക്കുറിച്ച് ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ആമേൻ ഒരു വാചകം എടുത്തു പറഞ്ഞു. പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു, അവൻ വായ തുറക്കാതിരുന്നു. ഇന്നേക്ക് 23 വർഷം മുമ്പ് ആ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ ചോദിച്ചു, കർത്താവേ, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ വാക്കിൻ തുമ്പിൽ നിർത്തിയ മഹാദൈവമല്ലേ അങ്ങ്? ലാസറെ പുറത്തു വാ എന്ന ഒറ്റ വാചകം കൊണ്ട് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്ന ദൈവമല്ലേ അങ്ങ്? അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കിയിട്ട് ഒരു സൂപ്പർ ഹീറോയെ പോലെ അങ്ങേക്ക് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുമായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എനിക്ക് മറുപടി തന്നു. ഷമീറെ, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി ദേശമേ, അത് നിനക്ക് വേണ്ടിയാണ്. ഞാനും നീയും നരകത്തിന്റെ പടുകുഴിയിൽ പതിക്കാതിരിക്കാൻ എൻ്റെ യേശു എനിക്കും നിനക്കും പകരമായി ഏറ്റുവാങ്ങിയ പീഡനം. 6 മാസം സ്നേഹിച്ച പെണ്ണിനു വേണ്ടി ചെറുക്കൻ റെയിൽവേ ട്രാക്കിൽ ചാടുന്ന കാലത്ത്, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് കയറെ തൂങ്ങുന്ന കാലത്ത്, ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിക്കട്ടെ. അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റി തന്ന് സ്വന്തം പ്രാണൻ പകരമായി നൽകി നിന്നെയും എന്നെയും സ്നേഹിച്ച കാൽവരിയിലെ പ്രേമത്തിന്റെ മുമ്പിൽ, കാൽവരിയിലെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി നീ എന്ത് പകരം കൊടുക്കും? പറയാൻ കഴിയുമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിച്ചാൽ അത് ലാഭവുമാണെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെയുള്ളവരെ കുറിച്ച് പറയും, അതെ, നീ കർത്താവിനെ സ്നേഹിക്കുന്നു. പത്രോസിനോട് ചോദിച്ചു, നീ വാസ്തവമായി എന്നെ? എല്ലാവർക്കും ഒരു കുരിശടി കണ്ട ചോദിച്ചു, അപ്പാ ഐ ലവ് യു. വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നോ? പിന്നെ എനിക്ക് എന്ത് ഇഷ്ടം, ഐ ലവ് യു. എന്നാലും നീ എന്നെ സ്നേഹിക്കുന്നു? തന്നെ പിന്നെയും ചോദിക്കുന്നേ. ചോദിക്കാൻ കാരണമുണ്ട്. തിരുവെടുത്ത് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. ഇതിനാൽ അവർ എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാം. എന്നാൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. പ്രൈസ് ദി ലോർഡ്. വാഗൊണ്ട് ഐ ലവ് യു എന്ന് പറയുന്നതല്ല, കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാണ്. പ്രാണനെ വിട്ട കർത്താവ് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറക്കൽ അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല ഇടമണിൽ. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇല്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി ഇവിടെ ഒരു കൺവെൻഷനും ഇല്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറ വാതിൽക്കൽ ചെന്ന് നിന്നല്ല, ഒരു കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാരഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആ യേശുക്രിസ്തു ഇന്ന് രാത്രി 9:10 ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവരെ അകത്തുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്ത്, കരങ്ങൾ ഉയർത്ത്, കരങ്ങൾ ഉയർത്ത്. എനിക്ക് എന്ത് സന്തോഷമെന്നറിയോ ഭാഷ? ഇവരെല്ലാം കൈപൊക്കിയിട്ട് പറയാ, ഇന്ന് രാത്രി 9:10 യേശു ജീവിക്കുന്നെന്ന്. സന്തോഷം ഉണ്ടാവാതിരിക്കുമോ? ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയെ കയറി. ഇവര് വിശ്വസിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നവരെ ഭിത്തിയെ കയറ്റാൻ സമ്മതിക്കുമോ? സമ്മതിക്കുമോ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മക്കൾ കെട്ടിയവൻ്റെ പടം എടുത്ത് ഭിത്തിയെ വെച്ച് മാലയിട്ട് വിളക്കം കത്തിച്ച് വെച്ച് നിങ്ങൾ പറയും, ഇവിടെ എന്താ നേരത്തെ തോന്നാഞ്ഞ ബുദ്ധി? അങ്ങനെ ചോദിക്കുമോ? പറ. ചത്തട്ട് കയറ്റുമായിരിക്കും. എൻ്റെ യേശു ചത്തട്ടില്ല, എൻ്റെ യേശു ജീവിക്കുന്നു. ആമേ. ഏതെങ്കിലും മക്കൾ അങ്ങനെ ചെയ്താൽ
ലോകത്തിലെ അപ്പന്റെ ചങ്ക് ഒരു നിമിഷം പെടയും. ഈ ലോകത്തിലെ അപ്പന്റെ ചങ്ക് പെടഞ്ഞെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ആളത്വമായി നിന്ന് എനിക്കും നിനക്കും വേണ്ടി നല്ല അഡ്വക്കേറ്റായി മധ്യസ്ഥ വഹിക്കുന്ന ഒരു വർഷം കൂടെ നിൽക്കട്ടെ, വെട്ടിക്കളയണ്ട, നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെയും നിന്നെയും ഒരു വർഷത്തിലേക്കും കൂടെ കാലെടുത്ത് പ്രവേശിപ്പിക്കാൻ നല്ല അഡ്വക്കേറ്റായി ജീവിക്കുന്ന, കല്ലേറുകൊണ്ട് ചാകാൻ ഒരുങ്ങിയ സ്തേഫാനോസ് ആത്മനിറവിൽ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു. വലത്തുഭാഗത്തെ ഭിത്തിയേല് യേശുവിന്റെ പടം കണ്ടെന്നാണോ? ആണോ? അല്ല. സ്വർഗം തുറന്നിരിക്കുന്നു. വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് സദൃശനായവൻ ജീവനോടെ നിൽക്കുന്നതും കണ്ടു. യേശു ജീവിക്കുന്നു ദൈവമക്കളെ. പാസ്റ്ററെ ഞങ്ങള് അതുകൊണ്ടല്ല പടം വെച്ച്, പിന്നെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഒന്ന് കാണാൻ അല്ലേ, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇത് അങ്ങനെ ഒരു ഇത് വരാൻ വേണ്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. നല്ലതാ, വെച്ചു വെക്കുമ്പോൾ ഇച്ചിരി മര്യാദ കാണിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ചിത്രം വെളിപ്പാടിലുണ്ട്. വരയ്ക്കാൻ കഴിവുള്ളവനെ വിളിച്ചിരുത്തിയിട്ട് പറയണം, വരയടാ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവൻ, തീക്കട്ട പോലെ തിളങ്ങുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സുള്ളവൻ, ആമേ രാജമുടി ധരിച്ചവൻ, തേജോമയനായവൻ. വരയ്ക്കടാ, വരച്ചു വെക്ക. അല്ല ചുമ്മാ ഒരുമാതിരി പണ്ടത്തെ സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവിള് പൊട്ടി കണ്ണും കുഴിഞ്ഞ് ബാബു ആനണിയെ പോലെ മുടിയും നീട്ടി വളർത്തി വെച്ച് കർത്താവിനെ അപമാനിക്കരുത്. നിന്റെ പാഠം. ആമേൻ. യേശു ജീവിക്കുന്നു. ആ വേഗത്തിൽ നിർത്താം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു അന്ത്യ കൽപ്പന കൈമാറി. മർക്കോസിന്റെ സുവിശേഷം 16-15 ഞാൻ തന്നെ പറയാം. എടുക്കേണ്ട 1-2 ഭാഗം കൂടെ എടുത്ത് നമ്മൾ നിർത്താൻ പോവാ. 16-15 അവരോട് യേശു അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിക്കും. കണ്ടോ? എന്തിനാണോ ഈ ഉപദേശിമാരൊക്കെ കവലകൾ തോർന്ന് നിന്ന് തൊണ്ട കീറുന്നേ? പ്രാണനെ തന്നവന്റെ കൽപ്പനയായതുകൊണ്ട്. സകല സൃഷ്ടിയോടും പോയി പറ ഈ സുവിശേഷം, ഈ പാപമോചന സന്ദേശം, ഈ രക്ഷാമാർഗം, ഈ അന്ത്യകൽപ്പന കൈമാറിയിട്ട് കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത നിമിഷം ശിഷ്യന്മാർ കണ്ണുയർത്തി നിൽക്കുന്നു. കർത്താവ് ഒലിവുമലയിൽ നിന്ന് രൂപാന്തരപ്പെട്ട് കണ്ണിന് മറഞ്ഞു. അതാ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രം ധരിച്ച 2 മാലാഖമാർ ദൂതന്മാർ ഇറങ്ങി വന്നു. തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ വാക്ക് പ്രവൃത്തി 1:11 വായിര്. അപ്പോസ്തല പ്രവൃത്തി 1:11 ഞാൻ ഓടിച്ചു കൊണ്ടുവരിക. 1:11 2:37 കുറിവാക്യം. അവിടെ എത്തുമ്പോൾ നിർത്താം. 1:11 ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇന്ന് രാത്രി ഇടമൺ ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരാൻ പോവുകയാ. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്നു. യേശു വീണ്ടും മടങ്ങി വരും. ഇത് കേട്ട ശിഷ്യന്മാർ എന്താ ചെയ്തതെന്നും കൂടെ ഒന്ന് വായിക്കാൻ പോവാ. വായിച്ചേ. പിന്നെ അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇവർക്ക് മനസ്സിലായെന്ന് നോക്കട്ടെ. അവർ ഒലിവുമല വിട്ട് എങ്ങോട്ട് വന്നു? യെരുശലേമിലേക്ക്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെരുശലേമിൽ വന്നിട്ട് അവരെന്തോ ചെയ്തു? അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. നിക്കട്ടെ ഇവര് പറയട്ടെ. യെരുശലേമിൽ വന്നിട്ട് ഇവരെന്ത് ചെയ്തു? മാളിക മുറിയിലോട്ട്. ഈ പെന്തിക്കോസുകാർ വല്ലതും കയ്യിൽ നിന്ന് ഇട്ട് പറയുന്നതാണോന്ന് അറിയാനായി ഈ ചോദിക്കുന്നത്. മാളിക മുറി കയറി പോയവരുടെ പേര് വിവരം വായിച്ചോട്. ആരൊക്കെയാന്ന്? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. എല്ലാവരും കേട്ടോ? തർക്കം വല്ലതും ഉണ്ടോ? കയറിപ്പോയവരുടെ പേര് വിവരം. പത്രോസ് ലീഹയുണ്ട്, തോമാസ് ലീഹയുണ്ട്, യൂദാസ് ലീഹയുണ്ട്, യേശുവിന്റെ അമ്മയായ ഉണ്ടോ?
കയറിപ്പോയവരുടെ പേര് വിവരം കേട്ടില്ലേ? പുസ്തകത്തിലുണ്ടോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെയാണോ? പള്ളി കൂട്ടിയും കുറയ്ക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ സംഭവിച്ചെന്ന് 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഒന്നുകൂടെ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അവര് മര്യാദയ്ക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പെന്തക്കോസ്ത് കാർ എന്നാണോ? അങ്ങനെ ഒരു കാറും ഇല്ല അമ്മച്ചി. പെന്തക്കോസ് കാർ അല്ല, പിന്നെ ഡേ ഓഫ് പെന്തക്കോസ്, പന്തക്കുസ്ത പെരുന്നാൾ ദിനം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അതാരായി എല്ലാവരും ഒന്ന് ഇനി പറയണോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോട് യേശുവിന്റെ അമ്മയായ മറിയോടും സഹോദരങ്ങളോടും. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന പതിഞ്ഞു. അടുത്ത വാക്ക്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസ്കൃതയാണല്ലോ നാട്ടുകാർ എന്ത് വിളിക്കുന്നത്? പെന്തക്കോസ്, പെന്തക്കോസ്. അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ ആണോ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഹ ആണോ? ഒന്നാമത്തെ പെന്തിക്കോസുകാരൻ തോമാസ് ലീഹ ആണോ? ഇവരെല്ലാവരും കലവില പറഞ്ഞിട്ടല്ലേ ഇടമങ്കാർ പറയാൻ തുടങ്ങി. അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോട്ടിരുന്ന അന്യഭാഷ പറഞ്ഞത്. ആ പാരമ്പര്യമായത് മനസ്സിലായോ? പിന്നെ അമ്മ വേണ്ടെന്ന് നമ്മൾ ആരും അന്നും ഇന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് അമ്മയെ ആദരിക്കണം, ബഹുമാനിക്കണം. ആരാധനയ്ക്ക് അർഹൻ ദൈവം, മധ്യസ്ഥനായവൻ ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു. ഇതാ നമ്മൾ പണ്ടും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. നമ്മൾ പറഞ്ഞപ്പോൾ ഇച്ചിച്ചിയായിരുന്നു, ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. വത്തിക്കാനിൽ നിന്ന് പറഞ്ഞു മറിയത്തെ മധ്യസ്ഥയും സഹരക്ഷകയും ഒന്നും ആക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളും ഇത് തന്നെയല്ലേ പണ്ട് തൊട്ടേ പറഞ്ഞത്. പണക്കൊന്നുമില്ലല്ലോ, പണങ്ങിയാലിപ്പോൾ എന്നെ. അപ്പൊ വായിച്ച് ആമേൻ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എല്ലാവരും ആത്മനിറവിൽ അന്യഭാഷ പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ്. ആരാ? പത്രോസ് ലീഗ. പോപ്പ് ഒന്നാമത്തെ പോപ്പ് എന്നാ ക്രിസ്ത്യാനികൾ പറയുന്നത്. ആട്ടെ, ഈ പോപ്പ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? അതാണ് നമ്മുടെ കുറിവാക്യം 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് ലീഗയുടെ ഒറ്റ പ്രസംഗം കേട്ടവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇവര് പറയട്ടെ, എന്തുകൊണ്ടു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇത് കേട്ടിട്ട് അവർ ഇക്കിളി കൊണ്ടു, അങ്ങനെ ഉണ്ടോ? പിന്നെ എന്തുവാ കൊണ്ടേ? കുത്തുകൊണ്ടു. അപ്പൊ ഒരു കാര്യം സമ്മതിച്ചോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് എന്തുകൊള്ളും? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി ചങ്കത്തോട്ട് കുത്തി 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 കൊള്ളാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പൊ ആർക്കെങ്കിലും കുത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പാസ്വേഡ് പറയരുത്. ഞങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരുത്തിയേച്ച് കൊല്ലത്തുനിന്ന് ഒരുത്തനെ കൊണ്ടുവന്ന് കുത്തിച്ചെന്നൊന്നും. കുത്തുകൊണ്ടവരെന്ത് ചെയ്തു? പ്രസംഗിച്ചവന്റെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? പിന്നെന്തുവാ? വായിച്ചോട്. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? അവര് നിലവിളിക്കുക, ദൈവാസന്മാരെ നിങ്ങൾ ഓരോ വാക്കും അവിടെ പ്രസംഗിക്കുമ്പോൾ എന്റെ ചങ്കത്ത് കുത്തുകൊള്ളുകയായിരുന്നു. പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറ. പത്രോസ് അവരോട് പോപ്പവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്താ പറഞ്ഞേ? നിങ്ങളുടെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഇത് തന്നല്ലേ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വരി ഞങ്ങൾ കൂട്ടിയോ? ഒരു വരി കുറച്ചോ? അന്ന് പോപ്പ് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? സ്നാനമേൽപ്പീൻ. കണ്ടോ? നാളെ തീർന്നു, പ്രസംഗം തീർന്നു. നാളെ ഒരച്ചായൻ വന്നിട്ട് പറഞ്ഞു, മാസ്റ്റർ നല്ല പ്രശ്നം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ കൊച്ചിനെ സ്നാനപ്പെട്ടതാ. അതെങ്ങനെ? അല്ല, കുഞ്ഞുബാബയായിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. അല്ല അപ്പം മാനസാന്തരം അത് പിന്നെ വളരുമ്പോൾ മതിയെന്നാ. അങ്ങനെ ആര് പറഞ്ഞു? അല്ല, അങ്ങനെ പുസ്തകത്തിൽ എങ്ങനെ മാനസാന്തരപ്പെട്ട്? അപ്പൊ തല തിരിച്ചാൽ എങ്ങനെ ശരിയാവും?
നമ്മൾ ഡെയിലി കുളിക്കാറുണ്ടല്ലേ? ഉണ്ടോ? കുളിച്ചിട്ട് തല തോർത്താറുണ്ടോ? പിന്നെ കാലങ്ങളായി ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്തിട്ട് പിന്നെ തല തിരിച്ചാൽ എന്നാ കുഴപ്പം? മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു കാര്യം തല തിരിച്ച പ്രശ്നമാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി പുള്ളി മാറാത്ത ദൈവവചനം ആരും തലതിരിക്കാൻ നിൽക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് പുസ്തകത്തിലുണ്ടെങ്കിൽ ആദ്യം നടക്കേണ്ട എന്താ അമ്മാമേ? മാനസാന്തരം. മാനസാന്തരം ഒന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച് നേക്ക് 2000 വർഷം ഭർത്താവായ യേശുക്രിസ്തു നിന്റെ പാവത്തിന് വേണ്ടി വന്നെന്നും മരിച്ചു നടക്കപ്പെട്ടെന്നും നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞേ നീ വിശ്വസിക്കുന്നോ? കുഞ്ഞ് അല്ലേ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്താം. പക്ഷെ അത് പറയാൻ കുഞ്ഞിന് അറിയില്ല. അപ്പോൾ ഇന്നാൾ വേറൊരു അച്ചായൻ പറഞ്ഞു, പാസ്റ്ററെ അത് ഈ പാസ്റ്റർ മുസ്ലിം എന്ന് വന്നുകൊണ്ട് അറിയാത്തതുകൊണ്ട്. എന്താ? അല്ല, കുഞ്ഞിന് പറയാൻ അറിയത്തില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പിന്നെ അതിന് ഞങ്ങൾ പകരത്തിന് പറയാൻ ഒരാളെ അവിടെ നിർത്തും. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഓ, പകരത്തിന് പറയും വേറൊരാൾ. വിവാഹ നിശ്ചയത്തിന് പള്ളിയിൽ പോയിട്ടുണ്ടോ? വേഗം പറ. ഉണ്ട്. ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ ചോദിക്കാറുണ്ടോ, സൂസമ്മേ നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടോ? ഇല്ലേ? മനസമ്മതത്തിന് ചോദിക്കാറില്ലേ? പള്ളിയിൽ മനസമ്മതത്തിന് ചോദിക്കാറില്ലേ? ചോദിക്കും. അപ്പോൾ ഈ സൂസമ്മയുടെ അപ്പൻ, സ്വന്തം അപ്പൻ, ജനിപ്പിച്ചപ്പൻ പുറകെ നിന്നുകൊണ്ട് പറയാ, സമ്മതമാണ്. നടത്തുവോ ഇല്ലയോ പറ. അല്ല, എനിക്കറിയാത്തതുകൊണ്ടാണ്. നടത്തുവോ? എനിക്ക് ഒത്തിരി നല്ല അച്ഛന്മാരുമായിട്ട് കണക്ഷനുള്ള ആളാണ്. ഞാൻ ചോദിച്ചാ ഇവിടെ പ്രസംഗിക്കുന്നത്. നടത്തുവോ? അവർ പറയും ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. വീണ്ടും പറയും, സൂസമ്മേ നിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമായിരിക്കുന്നുവോ? ഈ പെണ്ണിൻ്റെ അമ്മ, പ്രസവിച്ച അമ്മ പുറകെ സമ്മതമാച്ചോ, അവളാ കെട്ടണമെന്ന് പറയുന്നത്. അങ്ങോട്ട് നടത്തുവോ? പിന്നെ ആര് പറയണം? മണവാട്ടി ആരോ അവള് പറയണം. ഒന്ന് കാതു തുറന്ന് കേട്ടോ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിന്റെ കാന്തയാകാൻ, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വേളി കഴിപ്പാൻ വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് ചെയ്തിരിക്കുന്നെന്ന് 2 കൊരിന്ത്യർ 11:2 പൗലോസ് പറയുമ്പോൾ, ആ മണവാട്ടി പദത്തിലേക്ക് പ്രവേശിപ്പാൻ പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല കുഞ്ഞേ. നീ വാ തുറന്ന് പറയണം, ഈ രക്ഷകനെ, ഈ യേശുക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും എന്റെ കർത്താവും എന്റെ മണവാളനുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എനിക്ക് സമ്മതമാണ്. അവനാണ് എന്റെ രക്ഷകൻ. മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. പിന്നെ ചില ആളുകൾ വേറൊരു കാര്യം പറയും, പാസ്റ്ററെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങളിപ്പം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് കലവില അതൊന്നും പറഞ്ഞില്ലേലും ഇന്ന് വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ യേശു അപ്പച്ചൻ ഞങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്. ഒരു വീട് ചോദിച്ചു, നല്ല വീട് തന്നു. ഒരു കുടുംബം ചോദിച്ചു, നല്ല കുടുംബം തന്നു. 2 സെന്റ് വീട് ചോദിച്ചു, 1 ഏക്കർ റബ്ബർ തന്നു. 2 മക്കളെ ചോദിച്ചു, 5 മക്കളെ തന്നു. ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പാസ്റ്ററെ, കൃപയാൽ തന്നതാ. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് എനിക്കൊരു കൃപയും കൂടെ ഉണ്ട്. എന്തുവാ? ദൈവം എല്ലാം എന്നെ കാണിക്കും. എല്ലാം എന്നെ എന്ന് പറഞ്ഞാൽ ദർശനം. ഞാൻ എല്ലാം ഞങ്ങളുടെ അയലത്തൊരു പെണ്ണ് ചാകാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കണ്ടല്ലോ, എല്ലാം കാണും. അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകുന്നു. ഒരാളെ പരിചയപ്പെടുത്താം. അപ്പോസ്തല പ്രവൃത്തി 10:1 അതും കൂടെ വായിച്ച് പുസ്തകം അടയ്ക്കാം. ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ, ശ്രദ്ധിച്ചോ, കൈസര്യയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരൻ അധികാരി ഉണ്ടായിരുന്നു. അയാളെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച 4 ഗുണങ്ങൾ. ഒന്ന് ഭക്തൻ, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. 2 ദൈവഭയമുള്ളവൻ. 3 ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. നല്ല പുണ്യപ്രവൃത്തി. കൺവെൻഷൻ ഉണ്ടെന്നറിഞ്ഞാൽ കസേര എന്റെ വകയാന്നാ പുള്ളി. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. 4ാമത്തെ ക്വാളിറ്റി നമുക്ക് പോലും ഇല്ലാത്തതാ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. 4 ഗുണം ആര് പറഞ്ഞതാ? പാസ്റ്റർ പറഞ്ഞാണോ? സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് കുറിപ്പിച്ചതാ 4 ക്വാളിറ്റി. അവൻ അടുത്ത വാക്ക്, അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. അപ്പൊ 5ാമത്തെ ക്വാളിറ്റി എന്ത് കിട്ടി? ദർശനം. ദൂതൻ വരുന്നത് കണ്ടോ? ദൂതൻ വന്നിട്ട് എന്താ?
കൊർന്നല്യോസ് എന്ന് തന്നോട് പറയുന്നതും കേട്ടു. കൊർന്നല്യോസ് എന്ന് വിളിക്കുന്ന കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരസ്ഥനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. എന്താ കർത്താവേ എന്ന് ചോദിച്ചു. അവനോട് ദൂതൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും നിന്റെ ആ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവർത്തികളൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൈവം എവിടാ വസിക്കുന്നത്? ദൈവം എവിടാ വസിക്കുന്നത്? സ്വർഗത്തിൽ. ഇവന്റെ പ്രാർത്ഥന ഇവന്റെ പുണ്യപ്രവൃത്തി എവിടെ എത്തിയെന്ന്? ദൈവത്തിന്റെ മുമ്പിൽ, അഥവാ സ്വർഗത്തിൽ എത്തിയിരിക്കും. കണ്ടോ? നമ്മളൊക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയൊക്കെ അന്തരീക്ഷ മണ്ഡലത്തിൽ ദുഷ്ടനായവൻ തടഞ്ഞു വെച്ച് നമ്മൾ പിന്നെ TV കാണുന്ന പ്രവാചകനെ വിളിച്ച് തട്ടി പൊട്ടിച്ച് ഇതൊക്കെ ഇടങ്ങേറാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. സ്തോത്രം. ഇവന്റെ പ്രാർത്ഥന ആരും തടഞ്ഞില്ല, സ്വർഗത്തിൽ എത്തി. മറുപടിയായിട്ട് ആര് വന്നു? ദൂതനും വന്നു. എന്നിട്ട് ഇനി എന്താ പറഞ്ഞെന്ന് നോക്കെ. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. നീക്കട്ടെ ഇനി ഒന്ന് കേട്ടെ. ദൂതൻ വന്നിട്ട് പറഞ്ഞ മറുപടി, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി, ദൈവത്തിന്റെ മുമ്പിലെത്തി. സന്തോഷം. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. നീ യോപ്പയിലേക്ക് ആളയച്ച് അവിടെ പത്രോസ് എന്ന പേരുള്ളൊരു ഉപദേശമുണ്ട്, പുള്ളിയെ നിന്റെ വീട്ടിലോട്ടൊന്ന് വരുത്തുക. നിക്കട്ടെ ആ രംഗം നമുക്കൊന്ന് ഭാവനയിലൊന്ന് കാണാം. ഉടനെ ഈ പട്ടാളക്കാരന് വേണേ ചോദിച്ചൂടെ? അല്ല, ഒരു മിനിറ്റ്, എന്തോ പറഞ്ഞേ? ഉപദേശം എൻ്റെ വീട്ടിൽ വിളിപ്പിക്കണോ? എൻ്റെ വീട്ടിൽ. ഞാൻ ഭക്തനല്ലേ? അല്ലേ? കുടുംബമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഉണ്ട്. പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. എനിക്ക് ദർശനം കാണാനുള്ള കൃപ കിട്ടിയില്ലേ? എൻ്റെ പ്രാർത്ഥന എൻ്റെ പുണ്യപ്രവൃത്തി എല്ലാം സ്വർഗത്തിലെത്തിയില്ലേ? എത്തി. മറുപടിയായിട്ട് ദൂതനും വന്നില്ലേ? വന്നു. ഇനി ഞാനെന്തിനാ ഈ പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചോണ്ട് നടന്ന്, ഇപ്പോഴെങ്ങാണ്ടല്ലേ അങ്ങേരെ ജുബൊക്കെ ആയിട്ട് ഉപദേശം പഠിക്കാറ്. പണ്ട് മീൻ പിടിച്ചോണ്ട് നടന്ന ആളല്ലേ ഈ പത്രോസ് ഒന്ന്. അങ്ങനെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കുന്നത് എന്തിനാ? മോശം. ചോദിച്ചൂടെ? ചോദിച്ചാൽ ദൂതന് പറയാനൊരു മറുപടി ഉണ്ട്. മോനെ കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നീ അവിടെ എത്തത്തില്ല. നീ അവിടെ എത്തണമെങ്കിൽ നീ ഉപദേശം വീട്ടിൽ വിളിപ്പിക്കണം. വീട്ടിൽ പോയി ആ അധ്യായം വായിച്ചോ? വിളിപ്പിച്ചു. വീട്ടിൽ വന്നിട്ട് പ്രസംഗിച്ചു. എന്ത് സംഭവിച്ചു? 44 വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. നിക്കട്ടെ, 5 ക്വാളിറ്റി അങ്ങേർക്കുണ്ട്, പക്ഷെ എന്തില്ല? അതപ്പോഴാ വന്നേ. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ അന്യഭാഷ സംസാരിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഇവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ ഒക്കുമെന്ന് ചോദിച്ചിട്ട് അവരും കുടുംബത്തിന് എന്ത് ചെയ്തു? സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ അവരെവിടത്തേക്കുള്ള യോഗ്യരായി മാറി? സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് അമ്മാമേ, അച്ചായ, ഒരു കാര്യം ഓർത്തോണം. ഇവിടെയുള്ള മറ്റാരേക്കാളും നന്മയുള്ളൊരു മനസ്സ് ചിലപ്പോൾ നിനക്ക് ദൈവം തന്നിട്ടുണ്ടാകും. ദൈവത്തെ ഭയപ്പെടുന്നൊരു മനുഷ്യനായിരിക്കും, ഭക്തിയുള്ളൊരു വ്യക്തിയായിരിക്കും, നന്മ പ്രവൃത്തി ചെയ്യാൻ മനസ്സുള്ള ആളായിരിക്കും, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുമായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഇത്രയും നന്മയുള്ള നീ ഒരിക്കലും നരകത്തിൽ പോകരുത്. അതുകൊണ്ട് നീ സ്നാനപ്പെട്ടേ തീരൂ. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. ഞാനൊരു വാക്ക് പറഞ്ഞ് നിർത്താം. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പിനെന്ന് പത്രോസിലേക്ക് പറഞ്ഞപ്പോൾ താഴോട്ട് വായിച്ചു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. മതി, പുസ്തകം അടച്ചേരെ. അന്ന് 3000-ഓളം പേർ അവരോട് ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഒറ്റ പ്രസംഗം കേട്ട 3000 എണ്ണം രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അവിടെ തുടങ്ങിയതാ ദൈവസഭ. ആരെയും പിടിച്ചു വലിച്ചില്ല, ആരെയും നിർബന്ധിച്ചില്ല, മര്യാദയ്ക്ക് വാടാന്ന് പറഞ്ഞില്ല. കുത്തുകൊള്ളുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രസംഗം അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് പരിവർത്തിച്ചപ്പോൾ 3000 പേര് രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ആമേൻ. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ആ 2-ാം അധ്യായം അവസാനിക്കുന്ന ഒരു വാക്യമുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മതി. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാ സഭ. ആകാശമുട്ട പൊങ്ങി നിൽക്കുന്ന പള്ളിയെ നോക്കിയല്ല വിളിച്ചേ. മാനസാന്തരപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം.
അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചുവട്ടി കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും ചന്തമൈതാനത്ത് കൂടിയാലും ടെറസിൻ്റെ മേലെ കൂടിയാലും ആ കൂട്ടത്തെ നോക്കി വിളിച്ച പേരാ സഭ. അതിൻ്റെ അകത്ത് ഷമീറുണ്ട്, സിയാദുണ്ട്, സുരേഷുണ്ട്, രമേശുണ്ട്, തോമസുണ്ട്, ചാക്കോച്ചനുണ്ട്, മുഹമ്മദ് കുട്ടിയുണ്ട്. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ വലിയൊരു കൂട്ടം. ആ കൂട്ടത്തെ ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സമയത്തിൻ്റെ പരിധി വിട്ടതുകൊണ്ട് ഞാൻ പാടിക്കാനൊന്നും നിൽക്കുന്നില്ല. സ്തോത്രം. ഇത്രയും നിങ്ങൾ കേട്ടല്ലോ. ഒരു നിമിഷം നിൽക്കുന്ന നിപ്പിനിരുന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ലോകത്തിൻ്റെ വെളിച്ചമായവനെ അകത്തേക്ക് പ്രവേശിക്കാൻ ഹൃദയവാതിൽ ഇന്ന് രാത്രി തുറക്കപ്പെട്ടാൽ വെളിച്ചം അകത്തോട്ട് വരുമ്പോൾ ഇരുട്ട് താനേ പുറത്തു പോകും. നിന്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശു ക്രിസ്തു ഏറ്റെടുക്കും. നിന്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് കർത്താവിന് കൈമാറിക്കൊണ്ട് ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നാളെ മുതൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഈ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, നാളെ എനിക്കൊരവസരം, നാളെ എൻ്റെ ആയുസ്സിനെ നീട്ടി തന്നാൽ എൻ്റെ പഴയ മനുഷ്യനെ വെള്ളത്തിൽ കുഴിച്ചിട്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് വേണ്ടി സ്നാനമേറ്റൊരു പുതിയ സൃഷ്ടിയായി മാറുക. ഞാൻ ഇന്ന് രാത്രി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഈ ശബ്ദപരിധിയിൽ നിൽക്കുന്ന നിപ്പിൽ ആരൊക്കെ ഏറ്റുപറയുന്നുവോ, സഹോദരി സഹോദര, ഇന്ന് രാത്രി നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇടയായിത്തീരും. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ മടങ്ങിവരവിനെ വിളിച്ചറിയിക്കുമ്പോൾ കാഹളനാദത്തിന്റെ ധ്വനി മുഴങ്ങുവാൻ ഏറ്റവും സമയമായി എന്നുള്ള ലക്ഷണങ്ങൾ അകത്തും പുറത്തും കണ്ടു തുടങ്ങി. അതുകൊണ്ട് വൈകാതെ വരുവാനുള്ളവൻ വരും. കൈവിടപ്പെട്ടു പോകരുത്. മറ്റൊരവസരം ഭൂമിയിലില്ല. അതുകൊണ്ട് ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിക്കുമ്പോൾ നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.